إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, അവന്റെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് മരണം വരെ തഖ്വയുള്ളവരായി ജീവിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന കാര്യം ആമുഖമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് അവനനുസരിച്ച് ജീവിക്കുന്ന നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം മനുഷ്യരെല്ലാം അംഗീകരിക്കുന്ന അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമാണ് മരണമെന്നത്. ജനിച്ചവരെല്ലാവരും മരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെ പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ثم إلينا ترجعون. എല്ലാ നഫ്സും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. ثم إلينا ترجعون. പിന്നീട് നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും, മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും. وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ. നിങ്ങളുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം പൂർണ്ണമായും നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിൽ വെച്ചായിരിക്കും. فَمَنْ زُحْزِحَ عَنِ النَّارِ وَأُدْخِلَ الْجَنَّةِ. അപ്പോൾ അവിടെ വെച്ച് ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്തുവോ അവൻ വിജയിച്ചിരിക്കുന്നു. وَمَا الْحَيَاةُ الدُّنْيَا إِلَّا مَتَاعُ الْغُرُورِ. ഈ ദുനിയവിയായ ജീവിതം എന്നത് വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അവന്റെ പടപ്പുകളിൽ ഏറ്റവും അവന് പ്രിയപ്പെട്ട നബിമാര് പോലും മരിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ല മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖലീലായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അവിടത്തേക്ക് വഫാത്ത് എത്തിയിട്ടുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താഴെയുള്ള എല്ലാവരും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. നബിയെ, താങ്കളും മരിക്കുന്നതാണ്, അവരും മരണപ്പെടുന്നതാണ്. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ്. നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും, ഒരു മനുഷ്യനും ശാശ്വത ജീവിതം ഈ ലോകത്ത് നാം നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല. അഫ ഇമ്മിത്ത, അങ്ങനെയിരിക്കെ നീ മരണപ്പെടുകയും ഫഹുമുൽ ഖാലിദൂൻ, എന്നിട്ട് മറ്റുള്ള ആളുകൾ
അവർ നിത്യവാസികളായി ഈ ദുനിയാവിൽ കഴിഞ്ഞുകൂടുകയും ചെയ്യുകയോ അവർ ശാശ്വതരായി ജീവിക്കുകയും ചെയ്യുകയോ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണം ബന്ധത്തുന്ന രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണവെപ്രാളം അത് അതിന്റെ യാഥാർത്ഥ്യവും കൊണ്ടുവരുന്നതാണ്. നീ ഏതൊരു കാര്യത്തെ തൊട്ടാണോ ഓടിപ്പോകുന്നത് അതെത്രേ അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ച് പറയുകയാണ്. സഹോദരങ്ങളെ, എവിടെയാണ് എങ്കിലും ഭൂമിയിലെ ഏത് സ്ഥലത്താണെങ്കിൽ പോലും മരണം നമ്മിലേക്ക് വന്നെത്തിക്കൊണ്ട് നമ്മെ പിടികൂടുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. അല്ലാഹു പറയുന്നു, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രിക്കുമുൽ മൗത്, മരണം നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, ഭദ്രമായി അടക്കപ്പെട്ട കോട്ടക്കുള്ളിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ പോലും അവിടെയും നിങ്ങളെ മരണം കണ്ടെത്തുക തന്നെ ചെയ്യും. അവിടേക്കും മരണം നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരായത്ത് നോക്കൂ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ. അല്ലാഹു പറയുന്നു, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലുന്നത് ആ മരണം ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നീട് മരണശേഷം ദൃശ്യവും അദൃശ്യവുമെല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ്. മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു നാഴിക നേരത്തേക്ക്, ഒരു അല്പസമയത്തേക്ക് പോലും നീട്ടിക്കിട്ടുക എന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന് ഏത് സമയമാണോ നിശ്ചയിച്ചത് ആ സമയം മലക്കുൽ മൗത്ത് അവനിലേക്ക് വന്ന് മരണം റൂഹ് പിടിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരു നഫ്സിനും അതിന്റെ അജൽ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നീട് സമയം നീട്ടിക്കിട്ടുകയില്ല എന്ന് അല്ലാഹു പറയുകയാണ്. സഹോദരങ്ങളെ, മരണത്തിന് പ്രത്യേക പ്രായമില്ല എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ചെറുപ്പമെന്നോ വലുപ്പമെന്നോ ചെറിയ കുട്ടികളെന്നോ വലിയ ആളുകളെന്നോ എന്നിങ്ങനെ മരണത്തിന് പ്രായമറിയുകയില്ല. അതുപോലെ തന്നെ ആരോഗ്യമുള്ളവരെന്നോ രോഗികളെന്നോ വ്യത്യാസമില്ല. എല്ലാവരിലേക്കും ഏത് സമയത്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം നിശ്ചയിച്ചിട്ടുള്ളത് ആ സമയം ഓരോരുത്തരും മരിക്കുക തന്നെ ചെയ്യും. നോക്കൂ, നിങ്ങളൊരു കവി ഇപ്രകാരം പറയുന്നത് കാണാൻ സാധിക്കും, തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. നീ പരലോകത്തേക്കുള്ള നിന്റെ യാത്രയിൽ തഖ്വ ഒരു പാതേയമായി പരലോകത്തേക്കുള്ള യാത്രക്കുള്ള വിഭവമായി നീ തഖ്വ സ്വീകരിച്ചു കൊള്ളുക, കരുതിക്കൊള്ളുക. ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, ഈ രാത്രി കഴിഞ്ഞു പോയാൽ നാളെ ഫജ്റിനേക്ക് നീ ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന് പോലും നിനക്കറിയുകയില്ല. വകം മിൻ സഗീരിൻ യുർതജാ തൂലു ഉംരിഹിം വഖദ് ഉദ്ഖിലത് അർവാഹുഹും ദുൽമതൽ ഖബ്രി. എത്ര കുട്ടികളാണ് ഒരുപാട് കാലം ജീവിച്ചിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചിരുന്ന, ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ വേണ്ടി മാതാപിതാക്കളും മറ്റുമൊക്കെ പ്രതീക്ഷ വെക്കുന്ന എത്ര ചെറിയ മക്കളാണ്. വഖദ് ഉദ്ഖിലത് അർവാഹുഹും ദുൽമതൽ ഖബ്രി, അവരുടെ റൂഹുകളതാ ഖബറിന്റെ ഇരുട്ടിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, എത്ര ആരോഗ്യമുള്ള ആളുകളതാ ഒരു രോഗവുമില്ലാതെ മരണപ്പെട്ടു പോകുന്നു. വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹ്രി, രോഗികളായി കിടക്കുന്ന ആളുകൾ എത്ര രോഗികളതാ ആഴ്ചകളും മാസങ്ങളുമായി രോഗക്കിടക്കയിൽ കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ എത്ര ആളുകൾ. വകം മിൻ ഫതാ അംസ വഅസ്ബഹ ളാഹികൻ, ഒരുപാട് യുവാക്കളതാ ചിരിച്ചും വിനോദത്തിലേർപ്പെട്ടും രാവിലെയും വൈകുന്നേരവുമായി അവർ കഴിഞ്ഞുകൂടുന്നു. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ പുതച്ചു മൂടാനുള്ള കഫൻ പുടവ അതാ അവന് വേണ്ടി തുന്നി വെക്കപ്പെട്ടിരിക്കുന്നു, തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അവൻ അറിയുന്നില്ല. വകം മിൻ സാകിനിൻ ഇൻദ الصباح ബിഖസ്രിഹി, രാവിലെ
തന്റെ കൊട്ടാരത്തിൽ തന്റെ സുഖ സൗകര്യമേർന്ന അവന്റെ ബംഗ്ലാവിലും അവന്റെ ആഡംബര വീട്ടിലും കഴിഞ്ഞുകൂടുന്ന സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്റെ ഭവനങ്ങളിൽ താമസിക്കുന്ന എത്രയെത്ര ആളുകളാണ്. വഇൻദൽ മസാഇ ഖദ് കാന മിൻ സാകിനിൽ ഖബ്രി, വൈകുന്നേരമാകുമ്പോഴേക്കും അതാ അവർ ഖബറിലെ താമസക്കാരായി മാറിയിരിക്കുന്നു. ഫദാവിം അലാ തഖ്വൽ ഇലാഹി ഫഇന്നഹ, അതുകൊണ്ട് സഹോദര നീ നിന്റെ ഇലാഹായ റബ്ബിനെ തഖ്വ പാലിക്കുക, സൂക്ഷിച്ച് ജീവിക്കുക എന്നത് നീ നിന്റെ ജീവിതത്തിൽ തുടർന്നു പോവുക. തഖ്വ നീ നിന്റെ ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടുപോവുക. ഫഇന്നഹ അമാനും മിനൽ അഹ്വാലി ഫി മൗഖിഫിൽ ഹശ്രി, മഹ്ശറിന്റെ സന്ദർഭത്തിൽ ആ ഒരു ദിവസത്തിൽ ഉണ്ടാകുന്ന പേടിപ്പെടുത്തുന്ന ഭയാനകരമായ കാര്യങ്ങളിൽ നിന്ന് നിനക്ക് നിർഭയത്വം നൽകുന്ന കാര്യമാണ് തഖ്വ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ മുഴുവനും നീ തഖ്വ മുറുകെ പിടിക്കുക എന്നതാണ് ആ ഒരു കവിതയിൽ അവസാന ഭാഗത്ത് ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, എവിടെ വെച്ച് മരണം സംഭവിക്കുമെന്നുള്ളത് ഒരാൾക്കും അറിയാത്ത കാര്യമാണ്. മരണം എവിടെ വെച്ച് സംഭവിക്കുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഒരു നഫ്സും അറിയുകയില്ല, ഒരാൾക്കും അറിയുകയില്ല ഏത് ഭൂമിയിൽ വെച്ചാണ് അവൻ മരണപ്പെടുക എന്നതുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർദിൻ ജഅല ലഹു ഇലൈഹാ ഹാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജ, ആ സ്ഥലത്തേക്ക് അവന് വല്ല ആവശ്യവും നിശ്ചയിച്ചു കൊടുക്കും. ഏതൊരു സ്ഥലത്ത് വെച്ചാണോ അള്ളാഹു ഈ ഒരുവന്റെ മരണം നിശ്ചയിച്ചത് എങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള ആവശ്യം അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് അവൻ യാത്ര ചെയ്ത് അവിടേക്ക് ചെന്ന് അവൻ ആ സ്ഥലത്ത് വെച്ച് മരണപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം അറിയുന്ന അവന്റെ ഗൈബിയായ വിജ്ഞാനത്തിൽപ്പെട്ട കാര്യമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ച് പറയുന്നത് നോക്കൂ, ഖുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നിങ്ങളെ മരിപ്പിക്കാൻ നിശ്ചയിക്കപ്പെട്ട, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളുടെ റൂഹിനെ ഏറ്റെടുക്കുക തന്നെ ചെയ്യും, അഥവാ നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. അങ്ങനെ മരണശേഷം നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലക്കുൽ മൗത്ത് റൂഹിനെ ഏറ്റെടുക്കുന്ന മരിപ്പിക്കുന്ന രംഗത്തെക്കുറിച്ച് ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ അബ്ദൽ മുഅ്മിൻ ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ. മുഅ്മിനിന്റെ മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ ബീദുൽ വുജൂഹ്, വെളുത്ത മുഖമുള്ള, ആകാശലോകത്തിൽ നിന്ന് വെളുത്ത മുഖമുള്ള മലക്കുകൾ അവനിലേക്ക് ഇറങ്ങി വരും. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള കഫൻ കൂട അവരുടെ കൂടെ ഉണ്ടാകും. വഹനൂതും മിൻ ഹനൂതിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള സുഗന്ധവും അവരുടെ കയ്യിലുണ്ട്. സുമ്മ യജീഉ മലകുൽ മൗതി ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി ഫയഖൂൽ, എന്നിട്ട് ആ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് റൂഹിനെ പിടിക്കുന്ന മലക്കുൽ മൗത്ത് ഈ വ്യക്തിയുടെ തലയുടെ അടുക്കലേക്ക് വന്നിരിക്കും. ഫയഖൂൽ, എന്നിട്ട് ആ മലക്ക് ഇപ്രകാരം പറയും, അയ്യത്തുഹൻ നഫ്സു തയ്യിബ, അല്ലയോ നല്ല വിശിഷ്ടമായ ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും അവന്റെ തൃപ്തിയിലേക്കും നീ ഇറങ്ങി വരൂ എന്ന് മലക്ക് അവിടെ ആ റൂഹിനോട് ആവശ്യപ്പെടുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫതഖ്റുജു, ആ റൂഹ് പുറത്തേക്ക് വരും, തസീലു കമാ തസീലുൽ ഖത്റതു മിൻ ഫീ സിഖാ, ഒരു പാത്രത്തിൽ പ്രകാരമാണോ വെള്ളം ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അത് അത്രയും എളുപ്പത്തിൽ സുന്ദരമായ രീതിയിൽ ആ മുഅ്മിനിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് വരുമെന്നാണ്. ഫയഅഖുദുഹാ, അങ്ങനെ ആ മലക്കുൽ മൗത്ത് ആ ആത്മാവിനെ പിടിക്കും. ഫഇദാ അഖദഹാ, ആ മലക്കുൽ മൗത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ, ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ലം യദഉഹാ ഫീ യദിഹി തർഫത ഐനിൻ, ആ മറ്റുള്ള മലക്കുകൾ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ അതിനെ വെച്ച് താമസിപ്പിക്കുകയില്ല. ഉടനെ മറ്റു മലക്കുകൾ അത് ഏറ്റെടുക്കും. ഫയജഅലൂഹാ ഫീ ദാലികൽ കഫൻ വഫീ ദാലികൽ ഹനൂത്, അവരുടെ കയ്യിലുള്ള കഫൻ പുടവയിലേക്ക് ഈ നഫ്സിനെ, ഈ റൂഹിനെ അവർ വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയഖ്റുജു മിൻഹാ കഅതിയബി നഫഖതി മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർദി, ഭൂമിയിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല
സുഗന്ധം ആ ഒരു നഫ്സിൽ നിന്ന് ആ ഒരു റൂഹിൽ നിന്ന് പുറത്തു വരുമെന്ന്. ഫയസ്അദൂന ബിഹാ, ആ റൂഹുമായി മലക്കുകൾ ആകാശത്തേക്ക് കടന്നുപോകും. കാഫിറിന്റെ സ്ഥിതി എന്താണ്? കാഫിറായ വ്യക്തി മരണപ്പെടുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ വ്യക്തിയിലേക്ക് കറുത്ത മുഖമുള്ള മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. അവരുടെ കയ്യിലും കഫൻ പുടവയുണ്ട്. അങ്ങനെ മലക്കുൽ മൗത്ത് ആ വ്യക്തിയുടെ തലക്കരികൾ വന്ന് ഇപ്രകാരം പറയും, യാ അയ്യതുഹൻ നഫ്സുൽ ഖബീസ, വൃത്തികെട്ട നഫ്സേ, നീ പുറത്തേക്ക് വരൂ. അള്ളാഹുവിന്റെ കോപത്തിലേക്കും അവന്റെ വെറുപ്പിലേക്കും നീ പുറത്തേക്ക് വരൂ. അങ്ങനെ ആ ശരീരത്തിൽ നിന്ന് റൂഹ് പുറത്തേക്ക് വരുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നോക്കൂ. നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് ഇരുമ്പിന്റെ കൊളുത്തുകൾ എപ്രകാരമാണോ പുറത്തേക്ക് എടുക്കുന്നത്, അതുപോലെ പ്രയാസകരമായ അവസ്ഥയിലായിരിക്കും കാഫിറിന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പുറത്തേക്ക് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആ കാഫിറിന്റെ റൂഹിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മണം യഖ്റുജു മിൻഹാ കഅൻതരി റീഹി ജീഫത്തിൻ, ചത്ത് ദുർഗന്ധം വമിക്കുന്ന ആ ഒരു ശവത്തിന്റെ മണമായിരിക്കും ആ കാഫിറിന്റെ റൂഹിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. ഫയസ്അദൂന ബിഹാ, അങ്ങനെ ആ ഒരു റൂഹുമായി മലക്കുകൾ ആകാശത്തേക്ക് ഉയർന്നു പോകും. സഹോദരങ്ങളെ നോക്കൂ, ഇപ്രകാരമാണ് മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുന്ന രംഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്, മരണത്തിന് സകറാത്തുണ്ട്. എന്താണ് ആ സകറാത്ത്? അതിന് പേടിപ്പെടുത്തുന്ന ഭയാനകരമായ ഒരു അവസ്ഥ മരണത്തിനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മരണത്തിന് പേടിപ്പെടുത്തുന്ന ഭയാനകരമായ ചില അവസ്ഥകളുണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു മരണത്തെക്കുറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മരണത്തെക്കുറിച്ച് സദാസമയം അവൻ ഓർത്തുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. മരണചിന്ത ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയാൽ എന്താണ് സംഭവിക്കുക? മുൻഗാമികളിൽപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും, ലൗ ഫാറഖ ദിക്റുൽ മൗതി ഖൽബി, എന്റെ ഹൃദയത്തിൽ നിന്ന് മരണചിന്തയെങ്ങാനും വേർപെട്ടു പോയാൽ ലഖശീതു അൻ യഫ്സുദ അലയ്യ ഖൽബി, എന്റെ ഹൃദയം കേടുവന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മരണചിന്ത വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ധാരാളമായി നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവ്വ സുഖങ്ങളെയും തകർത്ത് കളയുന്ന, സർവ്വ ആസ്വാദനങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഒരു വിശ്വാസി ഇങ്ങനെ അവന്റെ ജീവിതത്തിൽ മരണചിന്ത വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്, നല്ല ഗുണങ്ങളുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണുവാൻ സാധിക്കും, മൻ അക്സറ ദിക്റൽ മൗതി ഖല്ല ഫറഹുഹു വഹസദുഹു, ആര് മരണചിന്ത അധികരിപ്പിക്കുന്നുവോ അവന്റെ അമിതമായ, അവന്റെ പരിധി വിട്ട ആഹ്ലാദവും സന്തോഷവുമെല്ലാം കുറയും. വഹസദുഹു വഖല്ല ഹസദുഹു, അവന്റെ അസൂയയും അതോടുകൂടി കുറയുന്നതാണ്. മരണചിന്ത വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന മറ്റൊരു നേട്ടം എന്നത് ദുനിയാവിലെ കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് അവന് തൃപ്തിപ്പെടാൻ സാധിക്കും. ദുനിയാവിലെ ചെറിയ സൗകര്യങ്ങൾ കൊണ്ട് അവൻ തൃപ്തിപ്പെടാൻ സാധിക്കുമെന്ന കാര്യം അതിലൂടെ ലഭിക്കുന്ന മറ്റൊരു നേട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ വിഭവങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇല്ലാ മതാഉൽ ഗുറൂർ, കബളിപ്പിക്കുന്ന ചില വിഭവങ്ങളല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് നൽകിയ ഉപദേശത്തിൽ കാണാം, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബുൻ, നീ ദുനിയാവിൽ എപ്രകാരമാണ് ജീവിക്കേണ്ടത്? കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, ഒരു അപരിചിതനെ പോലെ, മറ്റൊരു നാട്ടിലേക്ക് വല്ല ആവശ്യത്തിനും വേണ്ടി പോയ, പരിചയക്കാരും കുടുംബക്കാരും ഒന്നുമില്ലാത്ത ഒരു അപരിചിതനെ പോലെ, അല്ലെങ്കിൽ ഔ ആബിറു സബീൽ, വഴിയാത്രക്കാരനെ പോലെ നീ ദുനിയാവിൽ ജീവിക്കുക. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അഥവാ തിരിച്ച് എന്റെ സ്വന്തം നാട്ടിലേക്ക് തന്നെ, സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവനാണ് എന്ന നിലക്കാണ് അപരിചിതൻ ആ ഒരു നാട്ടിൽ കഴിഞ്ഞുകൂടുക. ആ ഒരു ലക്ഷ്യം, ആ ഒരു ഉത്തമ ബോധ്യം അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും, തിരിച്ചു പോകണമെന്ന ആ ഒരു ഉത്തമ ബോധ്യം. അതുപോലെ ആയിരിക്കണം സഹോദരങ്ങൾ ഒരു വിശ്വാസി
ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. മരിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മരണശേഷം നമ്മൾ മടക്കപ്പെടുന്നതാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആ ഒരു ആഖിറത്തിനു വേണ്ടി, അവിടേക്ക് വേണ്ടി ഈ ദുനിയാവ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഈ ഹദീസ് കേട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, നീ വൈകുന്നേരത്തിലായാൽ സുബ്ഹിയാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത്, കാത്തു നിൽക്കരുത്. വഇദാ അസ്ബഹ്ത ഫലാ തൻതദിർ അൽമസാ. അതുപോലെ തന്നെ രാവിലെ സുബ്ഹിയിലെത്തിയാൽ വൈകുന്നേരത്തിൽ നീ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. മറ്റൊരു റിവായത്തിൽ കാണാം, ലാ തദ്രി മസ്മുക ഗദൻ. നിനക്ക് നിന്റെ പേര് നാളെ എന്തായിരിക്കുമെന്ന് നിനക്കറിയുകയില്ല. നിന്റെ പേരാണോ ആളുകൾ നാളെ നിന്നെ വിളിക്കുക, അതോ മയ്യിത്ത് എന്നാണോ വിളിക്കുക എന്ന് നിനക്കറിയുകയില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ ഒരു മരണചിന്ത നമ്മിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഖബർ സിയാറത്ത് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. സൂറുൽ ഖുബൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണത്തെ ഓർമ്മിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മരണചിന്ത ഉണ്ടാകാൻ വേണ്ടിയാണ് ഖബർ സിയാറത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. ഖേദകരമെന്ന് പറയട്ടെ, നമ്മളിൽ പലരിലും നന്നേ കുറഞ്ഞുപോയ, വിസ്മരിച്ചു പോയ ഒരു സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഖബർ സിയാറത്ത് എന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഇടയ്ക്കിടെ നമ്മുടെ കുടുംബക്കാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഖബർ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അത് രണ്ട് നേട്ടം അതിലൂടെയുണ്ട്. ഒന്ന്, ആ ദുആ ചെയ്തതിലൂടെ അവർക്കതിലൂടെ നേട്ടം ലഭിക്കും. മറിച്ച് രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന നേട്ടമാണ്. ഞാനും നാളെ ഈ ഒരു അവസ്ഥയിൽ കഴിയേണ്ടി വരുന്നവനാണോ ആണല്ലോ എന്ന ബോധം, ആ ഒരു ബോധ്യം നമ്മിൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ, മാറ്റം വരുത്താൻ നമുക്കത് സഹായകമാവുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും, കുല്ലമാ ഗഫല ഖൽബുക വൻദമജത് നഫ്സുക ഫിൽ ഹയാത്തിദ് ദുനിയ. നിന്റെ ഹൃദയം എപ്പോഴെല്ലാം അശ്രദ്ധയിലാവുകയും ദുനിയാവിലെ സുഖ സൗകര്യങ്ങളിൽ ഇഴകിച്ചേറുകയും ദുനിയാവിലെ ആസ്വാദനങ്ങളിൽ ഇഴകിച്ചേർന്ന അവസ്ഥയിലാകുമ്പോൾ ഫഖ്റുജ് ഇലൽ ഖുബൂർ, ഖബറിടങ്ങളിലേക്ക് നീ ചെന്നിറങ്ങുക. വതഫക്കർ ഫി ഹൗലാഇൽ ഖൗം അല്ലദീന കാനൂ ബിൽ അംസി മിസ്ലക അലൽ അർദി യഅകുലൂൻ വയശ്റബൂന വയതമത്തഊൻ. നിന്നെ പോലെ ഇന്നലകളിൽ അതാ തിന്നുകയും കുടിക്കുകയും ആസ്വാദിക്കുകയും ചെയ്ത ആളുകളായിരുന്നു ഈ കിടക്കുന്ന ആളുകൾ. വലാനൈനഹും, എവിടെ പോയി ഇന്ന് അവരുടെ അമലിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ മാത്രം അവലംബിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ലം യൻഫഉഹും ഇല്ലാ അമലുഹും, ഇന്നവർക്ക് അവരുടെ അമലല്ലാതെ മറ്റൊന്നും ഉപകരിക്കുകയില്ല. അതുപോലെ തന്നെ മുൻഗാമികളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും, മൻ അക്സറ മിൻ ദിക്രിൽ മൗതി ഉക്രിമ ബിസലാസതി അഷ്യാ. മരണചിന്ത വർദ്ധിപ്പിക്കുന്ന ആളുകൾ അവർ ദുനിയാവിൽ 3 ഗുണങ്ങൾ അവർക്ക് നൽകപ്പെടും. 3 ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് അവർ ആദരിക്കപ്പെടും. എന്താണ്? ഒന്നാമത്തെ തഅജീലു തൗബ, അവൻ തൗബ വേഗത്തിലാക്കും. വഖനാഅത്തുൽ ഖൽബ്, അത് ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് അവനുണ്ടാകും. വനശാത്തുൽ ഇബാദ, അതുപോലെ തന്നെ ഉന്മേഷത്തോടെ ആവേശത്തോടെ ഇബാദത്ത് ചെയ്യാനുള്ള അവസ്ഥ, ആ ഒരു മനസ്സ് അവനുണ്ടാകും. വമൻ നസിയൽ മൗത ഉഖിബ ബിസലാസതി അഷ്യാ, നേരെ മറിച്ച് മരണം മറന്നുകൊണ്ടാണ് ഒരുവൻ ജീവിക്കുന്നത് എങ്കിൽ ദുനിയാവിൽ അവന് ശിക്ഷ എന്നോണം 3 കാര്യങ്ങൾ നൽകപ്പെടും. ഒന്ന്, തസ്വീഫു തൗബ, അവൻ തൗബ നീട്ടി കൊണ്ടുപോകും. വതർക്കിർ റിദാ ബിൽ കഫാഫ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു അവസ്ഥ മനസ്സവന് ലഭിക്കുകയില്ല. വത്തകാസുലു ഫിൽ ഇബാദ, ഇബാദത്ത് ചെയ്യുന്നതിൽ അവൻ അലസതയും മടിയും ഉണ്ടാവുകയും. സഹോദരങ്ങളെ, ഒന്നാമത് പറഞ്ഞ കാര്യം എന്താണ്? തൗബ അവൻ വേഗത്തിലാക്കുമെന്നാണ്. സഹോദരങ്ങളെ, തൗബ, തിന്മകളെ എത്ര തന്നെ സംഭവിച്ചാലും ഉടനെ തന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങേണ്ടതുണ്ട്. അത് പിന്നെ നീട്ടിവെക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. എത്ര ആളുകളാണ് നാളെ തൗബ ചെയ്യാമെന്ന് പറഞ്ഞ് അന്ന് രാത്രി ഉറങ്ങി പിറ്റേന്ന് എഴുന്നേൽക്കാത്തൊരവസ്ഥ, രാത്രിയിൽ മരണപ്പെട്ട അവസ്ഥ എത്ര ആളുകൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. ഒരിക്കലും സഹോദരങ്ങളെ, മരണം നമ്മുടെ തൗബയെ കാത്തു നിൽക്കുകയില്ല. നമ്മൾ നന്നാകുന്നത് വരെ നമ്മുടെ മരണം കാത്തു നിൽക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം നന്നാവുകയും ഇസ്തിഖാമത്തോടെ ജീവിക്കുകയും ചെയ്യുക. ആ ഒരവസ്ഥയിലായിക്കൊണ്ട് മരണത്തെ കാത്തിരിക്കുകയും ചെയ്യുക. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഉള്ളത് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സാണ്, ഖനാഅത്തുൽ ഖൽബാണ്. മൂന്നാമത്തേത് സഹോദരങ്ങൾ, ഈ അസറിൽ ഈ ഒരു വാചകത്തിൽ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ കാര്യം
ഇബാദത്തിൽ ഉന്മേഷത്തോടുകൂടി ഇബാദത്ത് ചെയ്യുവാൻ സാധിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് സൂചന നൽകിയ ഒരു ഹദീസ് കാണാം. നീ നിസ്കരിക്കാൻ നിന്നാൽ വിട പറഞ്ഞു പോകുന്ന, യാത്ര പറഞ്ഞു പോകുന്ന ഒരുവന്റെ നിസ്കാരം പോലെ നീ നിസ്കരിക്കുക എന്നാണ്. തിരിച്ചു വരുമെന്ന നിലക്ക് യാത്ര പോകുന്നവനും തിരിച്ചു വരാത്ത നിലക്ക് യാത്ര പോകുന്നവനും ഒരിക്കലും ഒരുപോലെയല്ല. തിരിച്ചു വരികയില്ല എന്ന നിലക്ക് യാത്ര പോകുന്നവൻ പറയേണ്ടതെല്ലാം പറഞ്ഞ് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് ആളുകളോടെല്ലാം കാര്യങ്ങളെല്ലാം തർത്തീബാക്കിയതിന് ശേഷമാണ് അവൻ ആ നാട് വിട്ടു പോവുക. അതേപോലെ മരണത്തെ ഓർത്തുകൊണ്ട് നീ നിസ്കരിക്കാൻ നിൽക്കുക. എങ്കിൽ ആ നിസ്കാരം നിനക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനോട് നിസ്കരിക്കാൻ സാധിക്കും. അതിന്റെ റുക്നുകളും ഷർത്തുകളും എല്ലാം പാലിച്ചുകൊണ്ട് അതിൽ ഖുശൂഉ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും ഓർത്തുകൊണ്ടും നിനക്ക് ആ നിസ്കാരം നിർവഹിക്കാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണുവാൻ സാധിക്കും. ഇത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് അമലിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. നോമ്പാകട്ടെ, സദഖയാകട്ടെ, ഖിറാഅത്തുൽ ഖുർആൻ ആകട്ടെ. ഇനി എനിക്ക് ഈ ഒരു അമൽ ചെയ്യാൻ ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് ചിന്തിക്കുന്നത് പോലെ ഇതെന്റെ അവസാനത്തെ ഖിറാഅത്തുൽ ഖുർആൻ പാരായണമാണ്, ഇതെന്റെ അവസാനത്തെ സദഖയാണ്, ഇതെന്റെ അവസാനത്തെ നോമ്പാണ് എന്ന നിലക്കുള്ള ചിന്തയോടുകൂടി നമ്മൾ ഓരോ ഇബാദത്തുകൾ ചെയ്യുകയാണ് എങ്കിൽ അത് നമുക്കത് ആവേശത്തോടെ, ഉന്മേഷത്തോടെ, ഖുശൂഅോടുകൂടി ആ ഇബാദത്ത് പൂർത്തീകരിക്കാൻ നമ്മെ അത് സഹായിക്കുമെന്നാണ് ഈ ഹദീസിൽ പറഞ്ഞതിന്റെ താൽപര്യം. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده. സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. ആ ഒരു ചിന്ത മുഅ്മിനിന്റെ മനസ്സിലുണ്ട് എങ്കിൽ അത് അവനെ തിന്മകളിൽ നിന്നും അങ്ങേയറ്റം തടയുന്ന കാര്യമാണ്. മരണചിന്ത ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ യഥാവിധി ശരിയായ നിലക്ക് ഉണ്ട് എങ്കിൽ ആ ഒരു തിന്മ ചെയ്യുന്ന അവസ്ഥയിൽ താൻ മരിച്ചു പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് അവൻ ചിന്തിക്കും. അതാണ് സൂഉൽ ഖാത്തിമ, മോശമായ പര്യവസാനം. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മരണപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിനേക്കാൾ മോശമായ ഒരവസ്ഥ വേറെയില്ല. ഈ ദുനിയാവിൽ ലഭിക്കുന്ന അതിനേക്കാൾ മോശമായ അവസ്ഥ വേറെയില്ല. ആ ഒരു ചിന്ത അവനിൽ ഉണ്ട് എങ്കിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കുമെന്ന കാര്യം സംശയമില്ല. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെ തെറ്റുകളിൽ നിന്ന് മടങ്ങാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് നന്നാവാൻ, ജീവിതം നന്നാക്കാൻ ഏറ്റവും നല്ല ഉപദേശകനാണ് മരണമെന്ന് സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഖഫാ ബിൽ മൗതി വാഇദ, മരണം തന്നെ മതി ഉപദേശകനായിട്ടെന്ന് മുൻഗാമികളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മരണത്തെക്കുറിച്ച് ഓർക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ആ ഒരു മരണത്തിനു വേണ്ടി ഒരുങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് ചോദിച്ചു, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി എന്താണ്? സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവനാണ് ഏറ്റവും ബുദ്ധിമാൻ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ ഈ ദുനിയാവിൽ ഒരുങ്ങുന്ന, തയ്യാറെടുക്കുന്നവനാണ്, മരണശേഷമുള്ള ജീവിതത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാനെന്ന്, ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. തീർന്നില്ല, ആ ഹദീസിന്റെ ബാക്കി എങ്ങനെയാണ്? ഉലൈകൽ അഖിയാസ്, അക്കൂട്ടരാണ് ബുദ്ധിയുള്ള ആളുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയതുപോലെ ഓരോ ഖുതുബയുടെയും ആരംഭത്തിൽ നമ്മൾ ഖതീബിൽ പറയുന്നതായി നമ്മൾ കേൾക്കാറുള്ള ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹ്, അല്ലാഹുവിലും അവന്റെ റസൂലിലും പരലോകത്തിലും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹ്, നിങ്ങൾ അല്ലാഹുവിനെ, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം യഥാവിധി നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് എന്ന് ഓരോ ഖുതുബയിലും നമ്മൾ കേൾക്കുന്ന വസിയത്തുകളിൽ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള, നമുക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ ഒന്നാണ് മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്ന്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്ന വാചകം നോക്കും, ഹാഫിദു അലൽ ഇസ്ലാമി ഫീ ഹാലി സിഹ്ഹതികും വ സലാമതികും ലിതമൂതു അലൈഹി, നിങ്ങളുടെ ആരോഗ്യാവസ്ഥയിൽ, രോഗം വരുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ആരോഗ്യാവസ്ഥയിൽ
ഫിത്നകളൊന്നുമില്ലാത്ത, കുഴപ്പങ്ങളൊന്നുമില്ലാത്ത നിങ്ങളുടെ സമാധാനമുള്ള അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിനെ കാത്തു സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾക്കതിൽ മരണപ്പെടാൻ സാധിക്കും. ഫഇന്നൽ കരീമ ഖദ് അജ്റ ആദതഹു ബികറമിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നടപടിക്രമത്തിൽപ്പെട്ടതാണ് അന്നഹു മൻ ആശ അലാ ഷൈഇൻ മാത അലൈഹി. ഏതൊരു കാര്യത്തിലായി ഒരുവൻ ജീവിക്കുന്നുവോ ആ അവസ്ഥയിൽ തന്നെ ഒരുവൻ മരണപ്പെടുകയും ചെയ്യും. നല്ല അവസ്ഥയിലാണ് ജീവിതമെങ്കിൽ നല്ല അവസ്ഥയിൽ മരിക്കാനുള്ള തൗഫീഖ് അവന് ലഭിക്കും. വമൻ മാത അലാ ഷൈഇൻ, ഏതൊരവസ്ഥയിലാണ് ഒരാൾ മരണപ്പെടുന്നത്, ബുഇസ അലൈഹി, പരലോകത്ത് ആ ഒരു അവസ്ഥയിലാണ് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതിനെതിരായ ഒരവസ്ഥ, മോശമായ അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ ചോദിക്കുന്നു എന്നാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഏറ്റവും നല്ല മരണം നൽകി, ഏറ്റവും നല്ല പര്യവസാനം നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അർസുഖ്നാ ഹുസ്നൽ ഖാതിമ, اللهم ارزقنا حسن الخاتمة، اللهم ارزقنا حسن الخاتمة، اللهم اغفر لنا وللمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയ, ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട ഒന്നാണ് ഏതൊരു കാര്യത്തിലും അനാവശ്യമായി ധൃതി കൂട്ടുക എന്നുള്ളത്. അവിടുന്ന് ഹദീസിൽ കാണാം, അത്തഅന്നി മിനല്ലാഹ്, അവധാനത അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. വൽ അജലതു മിനശ് ശൈത്താൻ,
അനാവശ്യമായ ധൃതി അത് പിശാചിൽ നിന്നുമാണ്. ഏതൊരു കാര്യത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമചിത്തതയോടുകൂടെ വളരെ ചിന്തിച്ച് ആലോചിച്ച് എടുത്തുചാട്ടമില്ലാതെ പ്രവർത്തിക്കുന്നവനായിരിക്കണം വിശ്വാസി എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ ഏറെ ഗൗരവപ്പെട്ട ചില മേഖലകൾ കൂടെയുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അപരനായ നമ്മളുടെ സഹോദരന്മാരെ കുറിച്ച് നമ്മൾ ദുഷ്ചിന്ത മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഒരു വിശ്വാസിയായ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അവന് കൊടുക്കുന്ന സ്ഥാനം വളരെ വലുതാണ്. ഒരു വിശ്വാസി അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള സ്ഥാനത്തിന്റെ വലുപ്പത്തെ സംബന്ധിച്ച് മഹാന്മാരായ സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ കഅബയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അതിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതായി കാണാം. അദ്ദേഹം പറയുകയാണ്, മാ അഅ്സമകി വഅഅ്സമ ഹുർമതകി, നിന്റെ മഹത്തരം, നിന്റെ മഹത്വം, നിന്റെ വലുപ്പം അത് ഇത്രമാത്രം വലുതാണ്. നമുക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഅബയുടെ വലുപ്പത്തെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല. അയാൾക്കതിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യവുമില്ല. കാരണം എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ കഅബയുടെ ആദരവ്, കഅബയോടുള്ള മഹത്വം അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്റെ മഹത്വം അതെത്ര വലുതാണ്. പക്ഷേ വൽ മുഅ്മിനു, ഒരു സത്യവിശ്വാസി, അഅ്സമു ഹുർമതൻ ഇൻദല്ലാഹി മിൻക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നേക്കാൾ മഹത്വമുള്ളവനാണ് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരന്മാരെ, ഇത് നമ്മെ പഠിപ്പിക്കുന്ന, ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ അപരരായ നമ്മളുടെ സഹോദരന്മാരുമായി സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ അവരെ വേദനിപ്പിക്കാതെ, അവർക്ക് പ്രയാസം സൃഷ്ടിക്കാതെ എത്രമാത്രം നല്ല രൂപത്തിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട് എന്നത് ഈ ഒരൊറ്റ വചനം തന്നെ നമുക്ക് അറിയിച്ചു നൽകുന്നുണ്ട്, പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവിന്റെ പരമാവധി ഈ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ്, പലപ്പോഴും നമുക്കിടയിൽ പ്രശ്നവും പ്രയാസവുമൊക്കെ രൂപപ്പെട്ടു വരാൻ പിശാച് വഴിവെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സഹോദരന്മാരെ കുറിച്ച് ദുഷ്ചിന്ത മനസ്സിലുണ്ടാവുക എന്നുള്ളത്. അവരുടെ പ്രവർത്തനം അത് നമുക്ക് എപ്പോഴും സംശയത്തിന്റെ കണ്ണോടുകൂടെ അങ്ങനെ നോക്കിക്കാണുക എന്നുള്ളത് അതൊരിക്കലും ഇസ്ലാം പഠിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാത്തതാണ്. എന്തിനേറെ ഇസ്ലാമിക ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് ഏതെങ്കിലും നിലക്കൊരു അബദ്ധം സംഭവിച്ചാൽ അതെങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകാര്യം ചെയ്തിരുന്നത്? ഉടനടി അവരോട് യാതൊന്നും ചോദിക്കാതെ, അവരോട് ആ വിഷയത്തെ സംബന്ധിച്ച് യാതൊന്നും ഒരു വിശദീകരണവും നടത്താതെ അവർക്ക് ഹുക്മ് പറയുകയായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്? ഒരിക്കലുമല്ല. മഹാനായ ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വഹാബിയാണ്, ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹയി ലഭിക്കുകയാണ്. ഒരു സ്ത്രീ ഇന്ന ഒരു സ്ഥലത്ത് നിൽപ്പുണ്ട്, അവരുടെ അടുക്കൽ ഒരു എഴുത്ത് ആ സ്ത്രീയുടെ കയ്യിലിരിപ്പുണ്ട്. അത് വളരെ അപകടം പിടിച്ച ഒരു എഴുത്താണ്, അതുകൊണ്ട് തന്നെ അത് കൈപ്പറ്റണം, അതെങ്ങനെയും കൊണ്ടുവരണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി മുഖേന അറിയിപ്പ് നൽകപ്പെടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെയും സ്വഹാബികളിൽ മറ്റു ചിലരെയും ആ സ്ത്രീയുടെ അടുക്കലേക്ക് അയക്കുകയാണ്. അവരെ അങ്ങനെ അവരുടെ അടുക്കലേക്ക് പോവുകയും ആ കത്ത് സ്വഹാബികൾ അവരിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്തു. അവരാദ്യം വിസമ്മതിച്ചു. പക്ഷേ
അവർക്കത് കൊടുക്കാതെ തരമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരെടുത്തു കൊടുത്തു. ഈ കത്തുമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഈ കത്തിൽ എഴുതപ്പെട്ടിരുന്നത് നമുക്ക് കാണാം. അത് ഈ പറയപ്പെട്ട ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾക്കുള്ള എഴുത്തായിരുന്നു. അദ്ദേഹത്തിന്റെ പരാമർശം അഥവാ ഇത്തരത്തിൽ നബിയും സഹാബത്തും അവിടേക്ക് കടന്നു വരുന്നുണ്ട്, നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള എഴുത്ത് ഈ പറയപ്പെട്ട സ്ത്രീയിൽ നിന്ന് കണ്ടെടുക്കുകയാണ്. അത് ഹാത്തിബ് ബിൻ അബീ ബൽതഅയുടേതാണ് എന്ന് അതിൽ കൃത്യമായി രേഖപ്പെടുത്തി പ്രവാചകൻ കാണുകയാണ്. ഇത് കാണുമ്പോൾ സഹാബികളിൽ ചിലർക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അവർ അദ്ദേഹത്തിനെതിരെ സംസാരം നടത്തുന്നുണ്ട്. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം നല്ല സമചിത്തതയോടുകൂടെയായിരുന്നു അവിടെ ഇടപെട്ടത് എന്ന് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും. മാത്രമല്ല ഇദ്ദേഹം പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, യാ ഹാത്തിബ് മാ ഹാദാ, ഇതെന്താണ്, ഈ എഴുത്തെന്താണ്? പ്രവാചകൻ അവിടെ കൃത്യമായി കാരണം അന്വേഷിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രവർത്തനം താങ്കളിൽ നിന്ന് കടന്നു വരാനുള്ള സാഹചര്യം എന്ത് എന്ന് പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകനോട് അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാഹ് ലാ തഅജൽ അലയ്യ, പ്രവാചകരെ എന്റെ കാര്യത്തിൽ താങ്കൾ ധൃതി കാണിക്കാൻ പാടില്ല. അഥവാ ഒരിക്കലും ഞാൻ ശത്രു സൈന്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ശത്രുക്കൾക്ക് വേണ്ടി മുസ്ലിമീങ്ങളെ ഒറ്റിക്കൊടുത്തതല്ല. അത് എന്റെ മനസ്സിൽ ഏതെങ്കിലും നിലക്ക് കുഫ്റുണ്ടായതുകൊണ്ടല്ല എന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. മറിച്ച് അദ്ദേഹത്തിന് അവിടെ ചില കുടുംബാംഗങ്ങളുണ്ട്, അവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായി അദ്ദേഹം ചെയ്ത ഒരു പ്രവർത്തനമാണ്. എന്നാൽ പോലും സഹോദരന്മാരെ, അതിന്റെ ആ സാഹചര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എത്ര ഗൗരവപ്പെട്ട കാര്യമാണ്. പക്ഷെ അവിടെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ട രൂപം എനിക്കും നിങ്ങൾക്കും മാതൃകയാണ്. അതേതെങ്കിലും നിലക്ക് ഒറ്റയടിക്ക് ഹുക്ം പറയുന്ന ഒരു അവസ്ഥ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായി തീർന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ, നമ്മുടെ സഹോദരന്മാർക്കിടയിൽ ഏതെങ്കിലും നിലക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി തീർന്നാൽ, ഏതെങ്കിലും നിലക്ക് സംശയത്തിന്റെ അവസ്ഥകൾ നമ്മുടെ മനസ്സുകളിലേക്ക് പിശാചിട്ട് നൽകപ്പെട്ടാൽ അതിനെ കൈകാര്യം ചെയ്യേണ്ട രൂപത്തെ സംബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ, അല്ലയോ വിശ്വാസികളെ നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങൾ ഒഴിവാക്കണം. ഇജ്തനിബൂ കസീറൻ മിനസ്സൻ, നിങ്ങൾ വന്നിൽ നിന്ന്, ഊഹാപോഹങ്ങളിൽ നിന്ന് ഭൂരിഭാഗത്തെയും നിങ്ങൾ ഒഴിവാക്കണം. കാരണം എന്താണ്? ആ ഊഹാപോഹങ്ങൾ അതിൽ ചിലത് പാപമാണ്. പലപ്പോഴും നമ്മൾ അനാവശ്യമായി ഊഹിച്ചുണ്ടാക്കുന്നവയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ വിധി നടപ്പിലാക്കുകയും അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പല ബന്ധങ്ങളും വഷളായിത്തീരുന്നത്, പല ബന്ധങ്ങൾക്കുമിടയിൽ വിള്ളലുകൾ ഉണ്ടായിത്തീരുന്നത്, പല ബന്ധങ്ങൾക്കുമിടയിൽ കാലാകാലത്തോളം അത് അവസാനിക്കാത്ത നിലക്ക് പ്രശ്നങ്ങൾ രൂക്ഷമായി തീരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാതിലുകൾ കൊട്ടിയടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് കൃത്യമായ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നു, ഇയ്യാകും വദ്ദൻ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഊഹങ്ങളെ പേടിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഫഇന്ന വന്ന അക്ദബുൽ ഹദീസ്, കാരണം ഈ ചിന്തകൾ, ഇത്തരത്തിലുള്ള ഊഹങ്ങൾ അത് സംസാരങ്ങളിൽ ഏറ്റവും വലിയ കളവുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു നൽകുകയാണ്. മാത്രമല്ല അതിന് മറ്റു നല്ലൊരു ഉദാഹരണം ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. എന്നിട്ട് പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇയാൾ പറയുന്നു, യാ റസൂലല്ലാഹ് ഉലിദ ലി ഗുലാമുൻ അസ്വദ്, പ്രവാചകരെ എനിക്കൊരു കറുത്ത കുട്ടി ഉണ്ടായിട്ടുണ്ട്, എനിക്കൊരു കറുത്ത കുട്ടി ജനിച്ചിരിക്കുന്നു. ഇയാളെ സംബന്ധിച്ചിടത്തോളം അത് പറയാനുണ്ടായ സാഹചര്യം, ഇയാളും ഇയാളുടെ ഭാര്യയുമൊക്കെ നിറമുള്ളവരാണ്. ഇയാൾക്കുണ്ടായി തീർന്ന ഈ കറുത്ത കുട്ടി അത് എങ്ങനെ ഉണ്ടായി തീർന്നു എന്ന ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് പ്രവാചകൻ എത്ര മനോഹരമായിട്ടാണ് അത് കൈകാര്യം ചെയ്തത് എന്ന് ഹദീസുകളിൽ കാണാം. പ്രവാചകൻ ഇദ്ദേഹത്തോട്, ഈ മനുഷ്യനോട് തിരിച്ചു ചോദിച്ചു എന്നാണ്, ഹല്ലക മിൻ ഇബൽ, താങ്കൾക്ക് ഒട്ടകമുണ്ടോ? ഇയാൾ പറഞ്ഞു, അതെ എനിക്ക് ഒട്ടകമുണ്ട്. ആ ഒട്ടകത്തിന്റെ നിറമെന്താണ്? ഇയാൾ പറഞ്ഞു, ചുവപ്പ് നിറമുള്ള ഒട്ടകങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ ഫീഹാ മിൻ ഔറഖ്, അതിലേതെങ്കിലും ചാരനിറത്തിലുള്ള ഒട്ടകങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു, അതെ അതുണ്ട്. പ്രവാചകൻ ചോദിച്ചു, എങ്കിൽ ഈ ചുവന്ന ഒട്ടകങ്ങളിൽ നിന്ന് ഈ ചാരനിറമുള്ള ഒട്ടകങ്ങൾ എങ്ങനെ ഉണ്ടായി തീർന്നു? ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, അത് ചിലപ്പോ
അതിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പാരമ്പര്യം അങ്ങനെ ലഭിച്ചതായിരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. കണ്ടോ, പ്രവാചകൻ എത്ര നല്ല രൂപത്തിൽ അത് കൈകാര്യം ചെയ്തു. ഇങ്ങനെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായിത്തീരുന്ന അനാവശ്യമായ സംശയങ്ങൾ, അനാവശ്യമായ ഊഹാപോഹങ്ങൾ, അത് ഇസ്ലാം അതിന്റെ വാതിലുകൾ കൊട്ടിയടക്കുകയാണ്. അതിലൂടെയാണ് പലപ്പോഴും വലിയ വലിയ ബന്ധവിച്ഛേദനത്തിലേക്കും ത്വലാഖിലേക്കും മറ്റു പല പ്രശ്നങ്ങളിലേക്കുമൊക്കെ അത് വഴിവെക്കുക. ഇനിയും എത്രയോ സംഭവങ്ങൾ ഇത്തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല പ്രവാചകൻ അതിന്റെ മര്യാദകൾ പഠിപ്പിച്ചു നൽകി. എങ്ങനെയായിരിക്കണം രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കേണ്ടത്, ഇനി രണ്ടാളുകളിൽ കൂടുതൽ മൂന്നാളുകളുണ്ടെങ്കിൽ എങ്ങനെ സംസാരിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൂന്നാളുകളുണ്ട് എങ്കിൽ രണ്ടാളുകൾ മാത്രമായി രഹസ്യം പറയാൻ പാടില്ല. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഇദാ കുൻതും സലാസ ഫലാ യതനാജാ റജുലാനി ദൂനൽ ആഖർ. മൂന്നാളുകളുണ്ടെങ്കിൽ രണ്ടാളുകൾ മാത്രമായിട്ട് നിന്ന് രഹസ്യം പറയുക, ഒരാളെ മാറ്റി നിർത്തുക, ഇത് പാടില്ല. കാരണം പിശാച് അവിടെ പണിയെടുക്കും. ഈ മനുഷ്യന്റെ മനസ്സിൽ ചിന്തകളുണ്ടായിത്തീരും. ഈ ആളുകൾ എന്നെ കുറിച്ചാണോ പറഞ്ഞത്, ഞാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമാണോ പറഞ്ഞത് എന്ന് ഈ മനുഷ്യന് തോന്നും, സംശയമുണ്ടാക്കും. അതുകൊണ്ട് സംശയമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ പോലും അകന്നു നിൽക്കണം. തങ്ങളുടെ വിശ്വാസികളുടെ മനസ്സുകളിൽ സംശയം സൃഷ്ടിക്കുന്ന, അവരുടെ മനസ്സുകളിൽ പ്രയാസം സൃഷ്ടിക്കുന്ന അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് മറ്റൊരു ഉദാഹരണമാണ്, നമ്മളൊക്കെ കേട്ടിട്ടുള്ള സംഭവമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഫിയ്യ റളിയല്ലാഹു അൻഹയും അവർ ഇരുവരും രാത്രിയിൽ പള്ളിയുടെ ഒരു വശത്തുകൂടെ അവർ പുറത്തിറങ്ങുകയാണ്. ആ സമയത്ത് രണ്ട് സ്വഹാബികൾ അവർ ആ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് നടന്നു വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഈ സ്വഹാബികള് പെട്ടെന്ന് ധൃതിയിൽ കടന്നുപോയി. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിക്കുകയാണ്, നിങ്ങൾ മെല്ലെ നടന്നു പോയാൽ മതി, ഇതെന്റെ കൂടെയുള്ളത് സഫിയ്യയാണ് എന്നവരോട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ പറയുന്നത് ഹദീസുകൾ കാണാം, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ, താങ്കളെ കുറിച്ച് ഞങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഒരു ദുശ്ചിന്ത കടന്നു വരികയോ? ആ സമയത്ത് പ്രവാചകന്റെ മറുപടി ഹദീസിൽ കാണാം, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ് ദം. പിശാച് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രക്തം എവിടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ടോ അവിടെയൊക്കെ പിശാച് സഞ്ചരിക്കും. അതുകൊണ്ട് വഇന്നി ഖശീതു അൻ യുൽഖിയ ഫി അൻഫുസികുമാ ശൈആ, ആ ശൈത്താൻ നിങ്ങളുടെ മനസ്സുകളിൽ എന്തെങ്കിലും ഒന്ന് ഇട്ടു നൽകുമെന്ന് ഞാൻ ഭയപ്പെട്ടു പോയി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പോലും പ്രവാചകൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ പോയിട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് ഈ ഹദീസ് പഠിപ്പിച്ചു നൽകുന്നത്. അഥവാ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീർന്നാൽ അത് നമ്മൾ ദൂരീകരിച്ചു കൊടുക്കണം. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്, ഞാനെന്തിനാ തിരുത്തി കൊടുക്കേണ്ട ആവശ്യം, ഞാനെന്തിനാണ് അത് തിരുത്തി കൊടുക്കേണ്ട ആവശ്യം, അവൻ എന്തിനാണ് എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിച്ചത്. നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് എന്നെക്കുറിച്ചൊരു ദുശ്ചിന്ത കടന്നു വരാനുള്ള സാഹചര്യം എന്റെ പക്കൽ നിന്നുണ്ടായി എന്നെനിക്ക് തോന്നിയാൽ ഞാനത് തിരുത്തി കൊടുക്കണം. അയാളിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്നാണ് ഇത്തരത്തിലുള്ള ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോ ഓരോ വിശ്വാസിയും അവർ ശ്രദ്ധിക്കേണ്ടത് എന്താ? അപരനായ എന്റെ സഹോദരനെ കുറിച്ച് ദുശ്ചിന്ത പാടില്ല. ഇനി എന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ദുശ്ചിന്തയുടെ സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായിത്തീരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സുകളിൽ ഇണക്കവും സന്തോഷവും ഒക്കെ ഉണ്ടായിത്തീരുമെന്ന് ഈ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ശരിയായ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وعلى آله وصحبه أجمعين أما بعد. മഹാന്മാരായ സലഫുകൾ അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവരെങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് എനിക്കും നിങ്ങൾക്കുമൊക്കെ വളരെ വലിയ മാതൃകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് കാണാം, വലാ തദുന്നന്ന ബികലിമത്തിൻ ഖറജത് മിൻ അഖീകൽ മുഅ്മിൻ
സത്യവിശ്വാസിയായ നിന്റെ സഹോദരനിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഏതെങ്കിലും ഒരു വാക്ക് അതിനെ സംബന്ധിച്ച് നീ ഇല്ലാ ഖൈറ, നല്ലതല്ലാതെ വിചാരിക്കാൻ പാടില്ല, നല്ലതല്ലാതെ നീ ചിന്തിക്കാൻ പാടില്ല. വഅൻത തജിദു ലഹാ ഫിൽ ഖൈരി മഹ്മല, പരമാവധി നിനക്ക് അതിലെന്താണോ സാധ്യതകൾ, നല്ല സാധ്യതകൾ വകവെച്ചു കൊടുക്കാൻ സാധിക്കുന്നത് അത് വകവെച്ചു കൊടുക്കണം. വിശ്വാസികൾ, നമ്മളുടെ സഹോദരന്മാർ, അവരെ സംബന്ധിച്ച് പരമാവധി നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും നല്ല മാനസികാവസ്ഥയായിരിക്കണമെന്നാണ് ഈ വാക്കുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ടാണ് ഇബ്നു സിരീൻ റഹിമഹുള്ള അദ്ദേഹം പറയുന്നത് കാണാം, ഇദാ ബലഗക അൻ അഖീക ശൈഉൻ ഫൽതമിസ് ലഹു ഉദ്റ, നിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിന്റെ അടുക്കിലേക്ക് വന്നെത്തിയാൽ നീ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ, ഒരു ഒഴിവ് കഴിവുകൾ നീ കണ്ടെത്തണം. അവനെക്കുറിച്ച് ഒരു മോശം വാക്ക് അല്ലെങ്കിൽ ഒരു കാര്യം നിന്റെ അടുക്കിലേക്ക് വന്നാൽ നീ വിചാരിക്കണം, അല്ലെങ്കിൽ നീ പറയണം, അത് ചിലപ്പോൾ അവൻ ഇങ്ങനെ ആയിരിക്കുള്ളൂ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അവൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല, അവൻ അങ്ങനെ ആയിരിക്കുള്ളൂ പറഞ്ഞിട്ടുണ്ടാവുക, നീ മനസ്സിലാക്കിയത് ഇങ്ങനെയായിരിക്കാം. ഇങ്ങനെയൊക്കെ ഉസ്റുകൾ കണ്ടെത്തി കൊടുക്കണം. ഫഇല്ലം തജ്ദ് ഫഖുൽ ഹൽ ലഹു ഉസ്റൻ ലാ അഅരിഫു, ഇനി ഒന്നും നിനക്കത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ നീ പറയണം, ചിലപ്പോൾ അവന് ഞാൻ മനസ്സിലാക്കാത്ത എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവുകൾ ഉണ്ടായേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഏറ്റവും മാന്യമായ നിലക്ക് നമ്മളുടെ സഹോദരന്മാരുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് ഇബ്നു സിരീൻ റഹിമഹുള്ളയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് കാണാം. അതിലേറ്റവും നല്ല ഉദാഹരണം മറ്റൊരു സംഭവം കൂടെ സലഫുകളുടെ ചരിത്രത്തിലുണ്ട്. റബീഅ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹം രോഗബാധിതനായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പ്രവേശിച്ചു സന്ദർശിക്കാൻ വേണ്ടി. രോഗിയായ സമയത്ത് രോഗീ സന്ദർശനത്തിന് വേണ്ടി ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ അടുക്കിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു ചെന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബാ അബ്ദില്ല ഖവ്വല്ലാഹു ദഅഫക്, അല്ലയോ അബൂ അബ്ദില്ല, അള്ളാഹു താങ്കളുടെ ദുർബലത ശക്തിപ്പെടുത്തട്ടെ. ശരിക്ക് ഈ വാക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് നല്ല വാക്കാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ മാന കുറച്ച് പ്രശ്നമുള്ള മാനയാണ്, അർത്ഥം അതിന്റെ കുറച്ച് പ്രശ്നമുള്ളതാണ്. കാരണം ദുർബലത ശക്തിപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ ദുർബലത വർദ്ധിപ്പിക്കട്ടെ എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥമായി കടന്നു വരിക. അപ്പൊ ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹത്തോട് തിരുത്തി കൊടുത്തു എന്നാണ്. അങ്ങനെ റബ്ബ് എന്റെ ദുർബലത ശക്തിപ്പെടുത്തുകയാണെങ്കിൽ എന്റെ അവസ്ഥ വളരെ മോശമായി തീരുമെന്ന് അദ്ദേഹം തിരുത്തി കൊടുക്കുകയാണ്. ആ സമയത്ത് മഹാനായ റബീഅ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, മാ അറത്തു ഇല്ലൽ ഖൈർ, ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്, ഞാൻ ഖൈറല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തിരുത്തി കൊടുക്കുകയാണ്. ആ സമയത്ത് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, ലൗ ദഅൗതല്ലാഹ അലയ്യ ലഅലിംതു അന്നക ലം തുരിദു ഇല്ലൽ ഖൈർ, താങ്കൾ എങ്ങാനും എനിക്കെതിരെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടാൽ പോലും ഞാൻ താങ്കളെ കുറിച്ച് നല്ലത് മാത്രമേ വിചാരിക്കുകയുള്ളൂ, കാരണം എന്നെക്കുറിച്ച് താങ്കൾ അങ്ങനെ പ്രാർത്ഥിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹത്തോട് പറഞ്ഞതായി കാണാൻ. ഇതൊക്കെ സഹോദരന്മാരെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന, നമ്മൾ അത്യന്തം കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുടെയും മൂല കാരണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നല്ല ഇടപെടലുകൾ, നല്ല മറുപടികൾ, നല്ല ഇത്തരത്തിലുള്ള സമീപനങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ, പരസ്പരം സഹോദരന്മാർക്കിടയിൽ, കൂട്ടുകാർക്കിടയിൽ അങ്ങനെ വേണ്ട പലപ്പോഴും ബന്ധം വഷളാകുന്നത് ഏതെങ്കിലും നിലക്കുള്ള ചെറിയ സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംസാരങ്ങൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, എന്തെങ്കിലും പറഞ്ഞത് നമുക്ക് പറ്റാത്തതിന്റെ പേരിലായിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ സഹോദരന്മാർ അത് പറഞ്ഞ് അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അത് മനസ്സിൽ കൊണ്ട് നടന്ന് അത് വർദ്ധിപ്പിച്ച് അതേതെങ്കിലും നിലക്ക് വഷളാക്കി അത് മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് വഴിമാറിപ്പോകുന്നത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല എന്നാണ് ഈ സംഭവങ്ങളും ഹദീസുകളുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ സഹോദരന്മാരായ വിശ്വാസികളോട് ഇടപെടാനും സംസാരിക്കാനും അവരെക്കുറിച്ച് നല്ല വിചാരം വെച്ച് പുലർത്താനും ഒക്കെ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞുമറിയാതെയും എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരെ നാളെ നമ്മോട് ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മളുടെ സഹോദരന്മാർ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മളുടെ സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. إن الحمد لله برحمتك يا أرحم نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരാരാണ്, നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്, സംവിധാനിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത്, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അതൊരു പരീക്ഷണമാണ്. ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നതിനുള്ള പരീക്ഷണമാണത്. ഈ ദുനിയാവിൽ നന്മയുടെ വിത്തിറക്കിയ ആളുകൾക്ക് അതിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് അവർക്ക് നൽകപ്പെടുന്നതാണ്. എന്നാൽ ഈ ദുനിയാവിലെ ഐഹികമായ നൈമിഷികമായ ഈ ജീവിതത്തിൽ തിന്മയുടെ വിത്തുകൾ പാകിയ ആളുകൾ, അവർക്കതിന്റെ ഭയാനകതകൾ, അതിന്റെ ശിക്ഷകൾ നാളെ പരലോകത്ത് അവർക്ക് നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ സൽക്കർമ്മങ്ങളുടെ തുലാസാണോ, ആരുടെ സൽക്കർമ്മങ്ങളാണോ കനം തൂങ്ങുന്നത്, അവരാകുന്നു യഥാർത്ഥ വിജയികൾ. വമൻ ഖഫ്ഫത് മവാസീനുഹു. ആരുടെ സൽക്കർമ്മങ്ങൾ അതിന്റെ തുലാസ് ഭാരം കുറഞ്ഞു പോയോ, ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും. അവർ തന്നെയാണ് നഷ്ടം സംഭവിച്ചവർ. ഫീ ജഹന്നമ ഖാലിദൂൻ. അവർ നരകത്തിൽ നിത്യവാസികളായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഐഹികമായ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടിയ നന്മകളും വിട്ടേച്ചു പോയ സുഹൃതങ്ങളുമല്ലാതെ നമ്മുടെ കൂടെ മറ്റൊന്നും നമ്മെ വിജയിപ്പിക്കുകയില്ല എന്ന കാര്യം നാം ഓർമ്മിക്കേണ്ടതുണ്ട്. പരലോകത്ത് നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക എന്നതല്ലാതെ അതിനേക്കാൾ മറ്റൊരു വലിയ വിജയം നമുക്ക് മുൻപിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്, അവനാണ് യഥാർത്ഥ വിജയം കൈവരിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അത് ഐഹികമായ, നിന്നെ കബളിപ്പിക്കുന്ന, നിന്നെ വഞ്ചിപ്പിക്കുന്ന കേവലം ഒരു വിഭവം മാത്രമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ പരലോകത്ത് വിജയിക്കുവാനുള്ള, സ്വർഗം കരസ്ഥമാക്കുവാനുള്ള ചില മാർഗങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതിലൊന്നാമത്തെ മാർഗം, അതിലൊന്നാമത്തെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് തൗഹീദ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക. ഇസ്ലാമിന്റെ വെളിച്ചവുമായി തൗഹീദിന്റെ ദഅവത്തുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രധാനപ്പെട്ട കച്ചവട ചരക്കിന്റെ കേന്ദ്രമായ ഉഖാളയിലും ദുൽമജാസിലും കടന്നു ചെന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു കൊള്ളുക. അഥവാ ആരാധനക്കർഹനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ എന്ന കലിമത്തു തൗഹീദ് നിങ്ങൾ പ്രഖ്യാപിച്ചു കൊള്ളുക.
അങ്ങനെയാണെങ്കിൽ തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. ഇഹലോകത്തും പരലോകത്തും വിജയം പ്രാപിക്കാനുള്ള ഒന്നാമത്തെ വഴിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവാനാണ്. മക്കയിലുണ്ടായിരുന്ന സഫാ പർവ്വതത്തിന്റെ കുന്നിൽ മുകളിൽ കയറിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണ്ടായിരുന്ന ഗോത്രങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടുകയും അവരോടും ഈ കാര്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയുണ്ടായി. എന്നാൽ ഈ തൗഹീദ് പ്രഖ്യാപിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുവാൻ, ഈമാൻ പ്രഖ്യാപിക്കുവാൻ കൂട്ടാക്കാത്ത ആളുകൾ, അവരെ കുറിച്ച് അല്ലാഹു പറയുന്നു വമൻ യക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലുഹു, ഈമാനിനെ തള്ളിക്കളയുന്ന, അതിനെ നിഷേധിക്കുന്ന ആളുകൾ, അവരുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാണ്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ അവർക്ക് യാതൊരു ഉപകാരവും അത് നൽകുന്നില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അത്തരത്തിലുള്ള ആളുകൾ നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ, നരകക്കാരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തൗഹീദുള്ളവരാകുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളുണ്ട്, അതിൽ അല്ലാഹുവിനെ ഏകനാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ നാം അല്ലാഹുവിനെ ഏകനാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ നാമങ്ങൾ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, നാം അല്ലാഹുവിന് നൽകുന്ന ഇബാദത്തുകൾ, ഇതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ തൗഹീദ് പൂർണ്ണമാകുന്നത്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക, നബിയെ പ്രഖ്യാപിക്കുക, അല്ലാഹു ഏകനാകുന്നു. അവന്റെ പ്രവർത്തനങ്ങളിൽ, അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽ, അല്ലാഹുവിന്റെ നാമങ്ങളിൽ അല്ലാഹു ഏകനാണ്. അല്ലാഹുവിന് സൃഷ്ടികൾ നൽകേണ്ട ഇബാദത്തുകളിൽ അല്ലാഹു ഏകനാണ്. ആ ഇബാദത്തുകളിൽ ഒരാളെയും നമ്മൾ പങ്കുചേർക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇബാദത്ത്. അഥവാ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അറഫയിൽ നിൽക്കുന്നത് അതെപ്രകാരം ശ്രേഷ്ഠതയുള്ള കാര്യമാണോ, അതുപോലെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സഹായദാനങ്ങൾ അത് അല്ലാഹുവിനോട് മാത്രമായിരിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ നിന്റെ തേട്ടങ്ങൾ അത് അല്ലാഹുവിനോട് മാത്രമായിരിക്കുക. വ ഇദാ ഇസ്തഅൻത നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിച്ചു കൊള്ളുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതല്ലാത്ത മറ്റു ഇബാദത്തുകളുണ്ട്. എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ കണ്ടുവരുന്ന പ്രവണത എന്താണ്? അല്ലാഹു അല്ലാത്ത മറ്റുള്ളവരുടെ മുൻപിൽ അവരവരുടെ സഹായദാനങ്ങൾ, അവരുടെ ആവലാദികൾ, അവരുടെ വേവലാദികൾ ബോധിപ്പിക്കുകയാണ്. മരിച്ചുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പാപമോചനം തേടുന്നവരുണ്ട്. മാലകളും മൗലൂദുകളുമായി എത്രയോ ശിർക്കിന്റെ അപകടകരമായ വരികൾ പാടുന്ന ആളുകളുണ്ട്. മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ ഖബറുകൾക്കിടയിൽ, അവരുടെ ഖബറുകളുടെ മുൻപിൽ തവാഫ് ചെയ്യുന്നവർ, അവരുടെ സുജൂദ് ചെയ്യുന്നവർ, അവർക്ക് വേണ്ടി നേർച്ചയർപ്പിക്കുന്നവർ, അവരെ ഭയപ്പെടുന്നവർ എന്നിങ്ങനെ തുടങ്ങി അല്ലാഹുവിന് നൽകേണ്ട ഇബാദത്തുകൾ അത് സൃഷ്ടികളുടെ മുൻപിൽ വകവെച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ അവർ അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടു പോയിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന വലിയ ശിർക്കിലാണ് എന്ന കാര്യം നാം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് വിജയത്തിന്റെ ഒന്നാമത്തെ മാർഗമായി തൗഹീദാണ് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ മാർഗമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അൽ-അമലു ബിസ്സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കുകയും ആ സുന്നത്തിൽ അധിഷ്ഠിതമായി നാം ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നാം തുടക്കത്തിൽ ഓതി വെച്ച ആയത്തുണ്ട്, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളിൽ ഏറ്റവും അധികമായി ചെയ്യുന്നവരാരാണ് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയല്ല. അങ്ങനെയല്ല അള്ളാഹു പറഞ്ഞത്, മറിച്ച് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. ഇതിന്റെ വിശദീകരണങ്ങളിൽ മഹാന്മാരായ താബിഈങ്ങൾ, പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തിയതായി കാണാം. അഖ്ലസുഹു വ അസ്വബുഹു, ഒരു പ്രവർത്തനം അത് ഏറ്റവും നന്നായി തീരുന്നത് അതിൽ രണ്ട് നിബന്ധനകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഒന്നാമതായി ആ നിർവഹിക്കുന്ന പ്രവർത്തനം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ഞാൻ നിർവഹിക്കുന്ന എന്റെ എല്ലാ ഇബാദത്തുകളും അത് റസൂലിന്റെ സുന്നത്തുമായി 100% യോജിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും അത് നമ്മുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്, ഊസീക യാ മുആദ് ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ തഖൂൽ, നമസ്കാരത്തിന്റെ അവസാനത്തിൽ നീ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുവേ നിന്നെ ദിക്ർ ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണമേ. വശുക്രിക, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണമേ. മൂന്നാമതായി പറയുന്നു വഹുസ്നി ഇബാദതിക, ഏറ്റവും നല്ല ഉത്തമമായ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, ഏറ്റവും ഉത്തമമായ രീതിയിൽ നിന്നെ
ഇബാദത്ത് ചെയ്യുവാനും നീ എന്നെ സഹായിക്കണമേ. റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ല കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. കറകളഞ്ഞ ഇബാദത്തായിരിക്കണം, ഇഖ്ലാസും ഇത്തിബാഉം നമ്മിലുണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഇബാദത്ത് അത് പൂർണ്ണമായി തീരുന്നത്. മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹം സുന്നത്തിനെ ഉപമിച്ചതായി കാണാം. അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ മൻ റകിബഹാ നജാ വമൻ തഖല്ലഫ അൻഹാ ഗരിഖ. സുന്നത്ത് എന്ന് പറയുന്നത് അത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. ആ നൂഹ് നബിയുടെ കപ്പലിൽ കയറിയ ആളുകൾ അവരാണ് രക്ഷപ്പെട്ടവർ, അവരാണ് വിജയിച്ചവർ. അതുപോലെയാണ് സുന്നത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് മുറുകെ പിടിച്ചവർ, അത് ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടു നടക്കുന്നവർ, അവരാണ് വിജയിച്ചവർ. എന്നാൽ ആ സുന്നത്തിനോട് വിമുഖത കാണിച്ച് അഹങ്കാരത്തോടു കൂടി പിന്തിരിഞ്ഞു കളഞ്ഞ ആളുകൾ അവർ മുങ്ങി നശിക്കാനുള്ളതാണ്. അവർക്ക് വരാനിരിക്കുന്നത് കഠിനമായ ശിക്ഷയാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. എത്ര മനോഹരമായ ഉപമയാണ് ഇമാം അവറുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കുമ്പോഴാണ് വിജയം നമുക്ക് വന്നെത്തുന്നത്. അതല്ലാതെ ഒഴുക്കിനനുസരിച്ച്, നാട്ടുകാരുടെ നിലപാടുകൾക്കനുസരിച്ച്, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നീങ്ങേണ്ടവരല്ല നാം ഓരോരുത്തരും. ഖുർആനും സുന്നത്തും അത് സലഫുകൾ, താബിഈങ്ങളും സഹാബത്തും അവരെങ്ങനെ മനസ്സിലാക്കിയോ, അവരെങ്ങനെ നടപ്പിലാക്കിയോ എന്നതാണ് നമ്മൾ ആലോചിക്കുകയും അതാണ് നമ്മൾ നടപ്പിലാക്കുകയും ചെയ്യേണ്ടത്. റസൂലിന്റെ സുന്നത്തിനെ വിട്ടുകിടക്കുവാൻ, ആ സുന്നത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ, അതിൽ നിന്ന് വെട്ടിച്ചുരുക്കുവാൻ നമുക്ക് അനുവാദമില്ല. റസൂലുള്ള പഠിപ്പിക്കാത്ത ഇബാദത്തുകൾ, പുത്തനാചാരങ്ങൾ, ബിദ്അത്തുകൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. അത് നമസ്കാരമാകട്ടെ, നോമ്പുകളാകട്ടെ, ദിക്റുകളാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, റസൂലുള്ളാഹിക്ക് പരിചയമില്ലാത്തതാണെങ്കിൽ അത് ദീനിലേക്ക് പുതുതായി കടത്തിക്കൂട്ടിയ ബിദ്അത്തുകളാണ്. അത് പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. റസൂലുള്ള പറയുന്നു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഈ ദീനിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അവന് ദീനായി അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, അൽ-ഇഖ്തിസാദു ഫി സുന്നതി ഖൈറും മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ. സുന്നത്തിൽ പരിമിതപ്പെടുത്തുക നിന്റെ ഇബാദത്തുകൾ, നിന്റെ സൽക്കർമ്മങ്ങൾ അത് സുന്നത്തിൽ അധിഷ്ഠിതമായിരിക്കുക എന്നതാണ് ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. മഹാനായ അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, മസ്ദാദ സാഹിബു ബിദ്അത്തിൻ ഇജ്തിഹാദാ ഇല്ലാ സാദ മിനല്ലാഹി അസ്സ വജല്ല ബുഅദാ. ബിദ്അത്തുകൾ ചെയ്യുന്നവൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നോമ്പും നമസ്കാരവും ദിക്റുകളുമായി അതിലിങ്ങനെ പരിശ്രമിക്കുന്നവൻ, അതിലങ്ങനെ സമയം ചെലവഴിക്കുന്ന ആളുകൾ അവരെത്രത്തോളം പരിശ്രമിക്കുന്നുവോ അത്രത്തോളം അവൻ അള്ളാഹുവിൽ നിന്ന് അകലുകയാണ് എന്നാണ് പണ്ഡിതന്മാർ, താബിഈങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അങ്ങേയറ്റം കോപമുള്ള, അള്ളാഹുവിന് അങ്ങേയറ്റം വെറുപ്പുള്ള കാര്യമാണ് ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട്, നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വെറുപ്പ് വാങ്ങുന്നവരിൽ, അള്ളാഹുവിൽ നിന്ന് അകലുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പകലിൽ നീ ക്ഷീണിക്കേണ്ടതില്ല. റസൂലുള്ള പഠിപ്പിക്കാത്ത നമസ്കാരം നിർവഹിച്ചുകൊണ്ട് രാത്രി നീ ഉറക്കമൊഴിക്കേണ്ടതില്ല. റസൂലുള്ള പഠിപ്പിക്കാത്ത ദിക്ർ ചൊല്ലിക്കൊണ്ട് നിന്റെ നാവിനെ നീ ക്ഷീണിപ്പിക്കേണ്ടതില്ല. മറിച്ച് റസൂലുള്ള പഠിപ്പിച്ച ദിക്റുകൾ, റസൂലുള്ള പഠിപ്പിച്ച നമസ്കാരങ്ങൾ തന്നെ അത് തന്നെ ധാരാളമുണ്ട്. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ എമ്പാടുമുണ്ട്. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ബിദ്അത്തുകളുടെ പിന്നിൽ പോകുന്നതെന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമതായി പറഞ്ഞത് തൗഹീദ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. തൗഹീദ് നഷ്ടപ്പെടുമ്പോൾ അവിടെ കടന്നു വരുന്നത് ശിർക്കുകളാണ്, കുഫ്റാണ്. എന്നാൽ സുന്നത്ത് നഷ്ടപ്പെടുമ്പോൾ ആ സ്ഥാനത്ത് കടന്നു വരുന്നത് ബിദ്അത്തുകളാണ്, പുത്തനാചാരങ്ങളാണ് എന്ന ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. മൂന്നാമതായി പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക. അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നമ്മിൽ ഭയപ്പാടുണ്ടാകണം. രഹസ്യവും പരസ്യവുമായി, ബാഹ്യവും ആന്തരികവുമായി നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ ഭയപ്പെടുന്ന ആളുകൾ അവരുടെ കർമ്മങ്ങൾ അത് ശരിയാവുകയും തിന്മകളിൽ നിന്ന് അകലുവാൻ അതവരെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്നെ ഭയപ്പെട്ടുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈമാനിന്റെ പൂർത്തീകരണമായി, മുഅ്മിനീങ്ങളുടെ അടയാളമായി അല്ലാഹു പഠിപ്പിച്ച കാര്യമാണ് യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവരവരുടെ മുകളിലുള്ള അല്ലാഹുവിനെ അവർ ഭയപ്പെടുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹുവെ കുറിച്ച് യഥാർത്ഥമായി സത്യസന്ധമായി ഭയപ്പെടുന്ന ആളുകൾ അവർ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ്. അതാണ് അൽ ഖൗഫുൽ മഹ്മൂദ്, പ്രശംസനീയമായ സ്തുത്യർഹമായ ഭയം എന്ന് പറയുന്നത്. അതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അൽ ഖൗഫുൽ മഹ്മൂദു മാ ഹജസക അൻ മഹാരിമില്ലാ. അല്ലാഹു നിഷിദ്ധമാക്കിയ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ഭയമാണ്.
യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായ ഭയമെന്ന് അവർ പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഖ്സിം ലനാ മിൻ ഖശ്യതിക മാ യഹൂലു ബൈനനാ വബൈന മആസിക്. അവിടുന്ന് പറയുന്നു, അല്ലാഹുവേ, നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, പാപങ്ങൾ, തിന്മകൾ അത് ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനാവശ്യമായ നിന്നെക്കുറിച്ചുള്ള ഭയം അത് ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വിജയത്തിന്റെ 4ാമത്തെ മാർഗമായി പണ്ഡിതന്മാർ പറയുകയാണ്, തഖ്വ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. തഖ്വ കൊണ്ടുള്ള ഉപദേശം കേൾക്കാത്ത ഖുതുബകൾ നമ്മൾക്ക് ഒരിക്കലും കഴിഞ്ഞു പോകാറില്ല. തഖ്വ കൊണ്ട് ധാരാളം തവണ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് തഖ്വ എന്ന് പറയുന്നത്? ചുരുക്കി പറയുകയാണെങ്കിൽ ഇംതിസാലു അവാമിരില്ലാ വജ്തിനാബു നവാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ അത് ജീവിതത്തിൽ നിന്ന് പാടെ അത് ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് തഖ്വ എന്ന് പറയുന്നത്. ഒരു കവി തഖ്വക്കുള്ള ഒരു ഉപമയായി അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖല്ലിദ് ദുനൂബ സഗീറഹാ വകബീറഹാ ഫഹുവ തുഖ. ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ തിന്മകളെയും അതിനെ നീ പിഴുതെറിയുക, അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് തഖ്വ എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നു, വസ്നഅ കമാശിൻ ഫൗക അർളി ശൗകി യഹ്ദറു മാ യറ. നീ ഒരു മുള്ളുള്ള വഴികളിലൂടെ നടന്നു പോകുമ്പോൾ ആ മുള്ളുകൾ നിന്റെ കാൽപാദത്തിൽ തറക്കാതിരിക്കുവാൻ നീ എത്രമാത്രം ശ്രദ്ധിക്കുമോ അങ്ങനെയായിരിക്കണം നീ നടക്കേണ്ടത്. അതാണ് തഖ്വ എന്ന് പറയുന്നത്. നിന്റെ ചുറ്റുപാടും ഹറാമുകൾ ധാരാളമുണ്ട്, തിന്മകളിലേക്ക് നിന്നെ മാടി വിളിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിന്റെ ചുറ്റുമുണ്ട്. അതിലൊന്നും അകപ്പെടാതെ കാലിൽ മുള്ളു തറക്കാതെ നാം എത്രമാത്രം ശ്രദ്ധിച്ച് നടക്കുമോ അതുപോലെ നടക്കുക. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. സ്വർഗം നേടണമെങ്കിൽ ധാരാളം പ്രയാസങ്ങൾ, നമുക്ക് അനിഷ്ടകരമായ ധാരാളം കാര്യങ്ങൾ നാം സഹിച്ചേ മതിയാവൂ. നമ്മുടെ ദേഹേച്ഛകൾ അത് അല്ലാഹുവിന് വേണ്ടി ത്യജിച്ചേ മതിയാവൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. 5ാമത്തെ മാർഗമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഇസ്ലാമിൽ ദീനിൽ നാം നിർവഹിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. ആ നിർബന്ധമായ കാര്യങ്ങൾ അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അതിൽ നാം ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മഹാനായ സഹാബി നുഅ്മാൻ ഇബ്നു ഖൗഖൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുകയാണ്, അറഅയ്ത ഇദാ സല്ലൈതു സ്വലവാതിൽ മക്തൂബാത് വസുംതു റമളാന വഅഹ്ലൽതുൽ ഹലാല വഹറംതുൽ ഹറാം. അദ്ദേഹം ചോദിക്കുകയാണ്, റസൂലേ, ഞാൻ 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട്, റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ ഹറാമായി തന്നെ കാണുന്നുണ്ട്, അള്ളാഹു എനിക്ക് അനുവദിച്ചു നൽകിയ കാര്യങ്ങൾ അത് ഞാൻ ഹലാലായും കാണുന്നുണ്ട്, ഇതിനപ്പുറത്തേക്ക് ഞാനൊന്നും പ്രത്യേകിച്ച് വർദ്ധിപ്പിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, അദ്ഖുലുൽ ജന്ന, അങ്ങനെയെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമോ? അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നഅം, താങ്കൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ബാധ്യതകളുണ്ട്. അതിൽ നമസ്കാരമുണ്ട്, അതിൽ സകാത്തുണ്ട്, റമളാനിലെ നോമ്പുണ്ട്, മാതാപിതാക്കളോടുള്ള ബാധ്യതകളുണ്ട് എന്നിങ്ങനെ തുടങ്ങി അള്ളാഹു നിർബന്ധമാക്കിയ പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം ജീവിതത്തിൽ യാതൊരു തെറ്റുകളും കൂടാതെ യാതൊരു വീഴ്ചകളും കൂടാതെ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നമുക്ക് വിജയിക്കാം. സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സുന്നത്തായ ഐച്ഛികമായ കാര്യങ്ങൾ ധാരാളമായി നാം അനുഷ്ഠിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഫർളുകളിൽ, നമ്മുടെ വാജിബായ കാര്യങ്ങളിൽ അതിലുള്ള വീഴ്ചകൾക്ക് പരിഹാരമാണ് സുന്നത്തായ കാര്യങ്ങൾ. ഫർള് നമസ്കാരത്തിലുള്ള വീഴ്ചകൾ അത് സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണ്. ഫർളായ നോമ്പുകളിലുള്ള വീഴ്ചകൾ അത് സുന്നത്തായ നോമ്പ് കൊണ്ട് വീട്ടപ്പെടുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബുദ്ധിയുള്ള ആളുകൾ അവർ ഫർളായ കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം ഐച്ഛികമായ കാര്യങ്ങളിൽ ധാരാളമായി മുന്നേറുന്നവരാണ് എന്നുകൂടി പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. 6ാമത്തെ മാർഗമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ നാളെ ഹിസാബ് നേരിടേണ്ടവനാണ് എന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്ന. നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ വിചാരണയുണ്ട്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ സംവിധാനം ചെയ്തത്? തിന്മ പ്രവർത്തിച്ച ആളുകൾക്ക് അതിന്റെ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി, നന്മ ചെയ്ത ആളുകൾക്ക് അവർക്ക് സ്വർഗ്ഗം നൽകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലേണ്ട ഒരു ദിവസമുണ്ട്, വിചാരണകൾ നേരിടേണ്ടി വരുമെന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ബോധ്യമുള്ള ആളുകൾ അവർ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ധാരാളമായി നന്മയിൽ മുന്നേറുകയും ചെയ്യും. അത്തരത്തിലുള്ള ആളുകൾ പരലോകത്തെത്തിയാൽ അവർ പറയുന്നൊരു വർത്തമാനമുണ്ട്. അള്ളാഹു പറയുന്നു, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി
തന്റെ വലത് കൈയിൽ കർമ്മങ്ങളുടെ രേഖകൾ കിട്ടിയ ആളുകൾ അവർ പറയുന്നു ഫയഖൂലു ഹാഉമുഖ്റഉ കിതാബിയ, അവൻ പറയുകയാണ് എന്റെ ഈ കിതാബ്, എന്റെ ഈ രേഖ നിങ്ങൾ വായിച്ചു നോക്കൂ. ഇന്നി വറൻതു അന്നി മുലാഖിൻ ഹിസാബിയ, നാളെ പരലോകത്തൊരു വിചാരണ നേരിടാനുണ്ടെന്ന ബോധ്യം, ദൃഢമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു എന്ന് ആ വ്യക്തി പരലോകത്ത് വെച്ച് പറയുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കേണ്ടവനാണെന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. നാം ഒറ്റയ്ക്ക് നിൽക്കേണ്ട, നാം ഒറ്റയ്ക്ക് നേരിടേണ്ട പല രംഗങ്ങളുമുണ്ട്. മരണപ്പെടുന്ന സന്ദർഭത്തിൽ നാം ഒറ്റയ്ക്കാണ്. ഖബറിലേക്ക് നമ്മൾ കൊണ്ടുവെക്കുന്നത് ഒറ്റയ്ക്കാണ്. ആ ഖബറിൽ ചോദ്യമുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ മലക്കുകളുടെ ശിക്ഷയുണ്ട്, അതല്ലെങ്കിൽ രക്ഷയുണ്ട്. അങ്ങനെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ്. മഹ്ശറയിലെത്തിയാൽ അവിടെ വിചാരണയുണ്ട്, സിറാത്ത് പാലമുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒറ്റയ്ക്ക് നേരിടേണ്ട പല അവസ്ഥകളും പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും നമ്മുടെ ജീവിതത്തെ നന്നാക്കുകയും ചെയ്യുക. ഏഴാമതായി പണ്ഡിതന്മാർ പറയുന്നു, നീ എത്ര തന്നെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും, എത്ര തന്നെ നന്മകളിൽ മുന്നേറിയാലും, നിന്റെ കർമ്മങ്ങളിൽ നീ ഒരിക്കലും വഞ്ചിതനാകരുത്. ഞാൻ റമദാനിൽ നോമ്പെടുത്തിട്ടുണ്ട്, ധാരാളം സദഖ ചെയ്തിട്ടുണ്ട്, ഖുർആൻ ഖത്മ് ചെയ്തിട്ടുണ്ട്, പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് എന്നിങ്ങനെ തുടങ്ങി നിന്റെ മനസ്സിൽ നീ കണക്കുകൂട്ടിയ നന്മകളൊക്കെ ഉണ്ടാകും. അതിൽ നീ ഒരിക്കലും വഞ്ചിതനാകാൻ പാടില്ല. കാരണം അള്ളാഹുവിനോടുള്ള നിന്റെ ബാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ നീ ചെയ്ത നന്മകളൊക്കെ അത് വളരെ തുച്ഛമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന്നഹു വഅലമു അന്നഹു ലൻ യൻജു അഹദും മിൻകും ബിഅമലിഹി, നിങ്ങളിൽ ഒരാളും തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ പക്കൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വലാ അൻത, റസൂലേ താങ്കളും അപ്രകാരമാണോ? റസൂൽ പറയുന്നു, ഞാനും അപ്രകാരം തന്നെയാണ്. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫള്, അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ ഔദാര്യവും എന്നെ പൊതിഞ്ഞു മൂടിയാലല്ലാതെ ഞാനും രക്ഷപ്പെടുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് നമ്മുടെ നന്മകൾ, നാം ചെയ്ത ഇബാദത്തുകൾ അതൊരിക്കലും നമ്മെ വഞ്ചിക്കാൻ പാടില്ല. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ്. അതോടൊപ്പം നമ്മൾ ചെയ്ത നന്മകൾ അത് അള്ളാഹു സ്വീകരിക്കുമെന്ന പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അള്ളാഹു എന്റെ നന്മകൾ സ്വീകരിക്കുകയും എനിക്ക് സ്വർഗം പ്രതിഫലമായി നൽകുകയും ചെയ്യുമെന്ന നല്ല വിചാരമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സ്വഹാബത്തിന്റെ ജീവിതവും ഒക്കെ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ രോഗിയായി വീട്ടിൽ കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ കരയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപത്നി, അദ്ദേഹത്തിന്റെ ഭാര്യ അവരും കരയുകയാണ്. മഹാനായ സഹാബി ഭാര്യയോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? അവർ പറഞ്ഞു, താങ്കൾ കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് പ്രയാസം അനുഭവപ്പെടുകയും അതാണ് ഞാൻ കരയാനുള്ള കാരണമെന്ന് ഭാര്യ പറയുകയും ചെയ്തു. ആ സന്ദർഭം എന്നിട്ട് ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ കരയാനുണ്ടായ കാരണം എന്താണ്? അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയുണ്ടായി. ഏതാണ് ആ വചനം? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, ആ നരകത്തിന്റെ അരികിൽ വരാത്തവരായി നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല. അത് റബ്ബിന്റെ ഗണ്ഡിതമായ നടപ്പാകുന്ന തീരുമാനമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, ആ നരകത്തിന്റെ മുൻപിൽ നിന്നും തഖ്വയുള്ള ആളുകളെ നാം രക്ഷപ്പെടുത്തുകയും അക്രമികളെ തമ്മാടികളായ ആളുകളെ അവരെ മുട്ടി കുത്തിയവരായിക്കൊണ്ട് അതിൽ നാം വിട്ടേക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അള്ളാഹു രക്ഷപ്പെടുത്തുന്ന ആ കൂട്ടരിൽ ഞാൻ ഉൾപ്പെടുമോ എന്ന ഭയമാണ് എന്നെ കരയിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. തഖ്വയിൽ, സൽക്കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ, ഈമാനിൽ നമ്മെക്കാൾ മുൻകടന്നു പോയ സഹാബത്ത് പോലും അവർ ഭയപ്പെടുകയാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമോ, അവരുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഭയപ്പാട് അവരെ രോഗാവസ്ഥ പോലും അവരെ കരയിപ്പിച്ച സംഭവങ്ങളാണ്, ചരിത്രങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത്. എട്ടാമതായി പണ്ഡിതന്മാർ പറയുന്നു, വിജയത്തിനുള്ള മാർഗമായി അവർ പറയുകയാണ്, ഫിത്നകളിൽ നിന്ന് മാറി നിൽക്കുക. പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിൽ ഖിയാമത്ത് നാൾ അടുക്കും തോറും, ഓരോ ദിവസം കഴിയും തോറും ഫിത്നകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും, പ്രത്യേകിച്ച് ദീനിന്റെ വിഷയത്തിൽ നിന്നെ ദീനിൽ നിന്ന് അകറ്റിക്കളയുന്ന, സന്മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ഒട്ടനവധി കുഴപ്പങ്ങളും ഫിത്നകളുമുള്ള കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലപ്പെട്ട ഒരു ഉപദേശമുണ്ട്. മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മൻ നജാതു, റസൂലേ എന്താണ് വിജയമെന്ന് പറയുന്നത്? വിജയത്തിന് അതിനെ ഞങ്ങൾക്ക് ചെറുതായ രീതിയിൽ ഒന്ന് വിശദീകരിച്ച് നൽകിയാലും. റസൂലുള്ളാഹി പറയുന്നു, ഇംലിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കുക, നിന്റെ നാവിനെ നിയന്ത്രിച്ചു വെക്കുക. ഫിത്നകൾ ഉണ്ടാകുമ്പോൾ അറിവില്ലാതെ സംസാരിക്കുന്ന ആളുകളുണ്ട്, ദീനിന്റെ വിഷയത്തിൽ അറിവില്ലാതെ ഫത്വ കൊടുക്കുന്നവരുണ്ട്. ഓരോരോ പ്രശ്നങ്ങൾ അത് ഉടലെടുക്കുന്ന സന്ദർഭത്തിൽ അറിവില്ലാതെ അതിങ്ങനെ പ്രചരിപ്പിക്കുകയും അതിന്റെ വക്താക്കളായി മാറുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. രണ്ടാമതായി റസൂലുള്ളാഹി പറയുന്നു, വലിയസഅക ബൈതുക്, നീ നിന്റെ വീട്ടിൽ അടങ്ങിയിരിക്കുക.
ഫിത്നകൾ വർദ്ധിച്ച കാലഘട്ടത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ഫിത്നകൾ വരിഞ്ഞു മുറുക്കുമ്പോൾ വീട്ടിൽ അടങ്ങിയിരിക്കണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ്. മൂന്നാമതായി പറയുന്നു, വബ്കി അലാ ഖതീഅതിക, നിന്റെ ചെയ്തു പോയ തെറ്റുകൾ, സംഭവിച്ചു പോയ തിന്മകൾ, പാപങ്ങൾ അത് ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ നീ കണ്ണീരോടുകൂടി അത് ഓർക്കുകയാണ്, അതിൽ നിന്ന് പാപമോചനം ചെയ്യുകയാണ് വേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉപദേശം നൽകിയതായി കാണാം. ഫിത്നകൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ആളുകളും ഇബാദത്തുകളിൽ നിന്ന് അശ്രദ്ധരായിരിക്കും. അവർ ആ ഫിത്നയുടെ പിന്നാലെ ഇങ്ങനെ പോയിരിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ന്യൂസ് ചാനലുകളുടെ പിറകെയാണ്. ഒരു വാർത്ത ലഭിക്കുമ്പോൾ 24 മണിക്കൂറും ഇത്തരത്തിലുള്ള വാർത്തകളുടെ പിറകിൽ പോയി ഇബാദത്ത് നിർവഹിക്കാൻ സമയമില്ല, ഖുർആൻ ഓതാൻ അവന് സമയമില്ല, പള്ളിയിൽ വരാൻ അവന് സമയമില്ല. 24 മണിക്കൂറും ടിവിയുടെ ചാനലുകൾക്ക് മുൻപിൽ, അതല്ലെങ്കിൽ മൊബൈലിലെ ചാനലുകൾക്ക് മുൻപിൽ ഇത്തരം ഫിത്നകളിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്, നാം ഓരോരുത്തരും വിലയിരുത്തേണ്ട കാര്യമാണ്. ഒമ്പതാമതായി പണ്ഡിതന്മാർ പറയുന്നു, സത്യസന്ധമായിക്കൊണ്ടും അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുക, അള്ളാഹുവിനോട് നിരന്തരമായി അവനോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം എല്ലാ നന്മയുടെയും താക്കോൽ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കലാണ്. അതിനുവേണ്ടി നീ അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കേണ്ടതുണ്ട്. നീ എത്ര തന്നെ പ്രയത്നിച്ചാലും അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരു കാര്യവും നിന്നിൽ നടപ്പിലാകാൻ പോകുന്നില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നമ്മൾ പലപ്പോഴായി പറയാറുള്ള പ്രാർത്ഥനയാണ്. എന്താണ് അതിന്റെ അർത്ഥമെന്ന്? ഒരു തിന്മയെ തടുക്കുവാൻ, ഒരു നന്മ കൊണ്ടുവരാൻ അള്ളാഹുവേ നിന്നെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല എന്നതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബാങ്ക് വിളി കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയാറുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തിനാണ് അത് പറയുന്നത്? മുഅദ്ദിൻ പള്ളിയിൽ വെച്ച് നമസ്കാരത്തിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ പറയുന്നു, ആ നമസ്കാരത്തിലേക്ക് എത്തുവാൻ, ആ നന്മ നിർവഹിക്കുവാൻ അള്ളാഹുവേ നിന്നെ കൊണ്ടല്ലാതെ എനിക്ക് യാതൊരു കഴിവും ശക്തിയുമില്ല എന്നും നമ്മൾ അള്ളാഹുവിന്റെ മുൻപിൽ നമ്മുടെ അശക്തത നമ്മൾ അറിയിക്കുകയാണ്. യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നമ്മൾ അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം ആവശ്യക്കാരാണ് എന്ന പ്രഖ്യാപനമാണ് നാം നടത്തുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ നമ്മുടെ അശക്തതകൾ വെളിപ്പെടുത്തുകയും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. അത്തരത്തിലുള്ള ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. വിജയത്തിനുള്ള 10ാമത്തെ മാർഗമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടുക, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. അവിടുന്ന് പറയുകയാണ്, തന്റെ കർമ്മങ്ങളുടെ രേഖയിൽ, തന്റെ കർമ്മങ്ങളുടെ ഏടുകളിൽ അതിൽ ധാരാളം ഇസ്തിഗ്ഫാർ കണ്ടെത്തിയ ആളുകൾ അവർക്ക് മംഗളമുണ്ട്, അവർക്ക് സ്വർഗമുണ്ട്, അവർക്ക് സ്വർഗത്തിൽ ചില പ്രത്യേകമായ അനുഭൂതികളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുന്ന കാലമത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശിക്ഷിക്കുകയില്ല, അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ ചോദിക്കുക. ഇസ്തിഗ്ഫാർ നമ്മൾ നിർത്തിയാൽ, ആ പാപമോചന ദർശനം നമ്മൾ നിർത്തുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ അത് നമ്മിലേക്ക് വന്ന് ഭവിക്കുന്നതാണ്. അതുകൊണ്ട് വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ യഥാർത്ഥ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുക. അള്ളാഹു പറഞ്ഞതായി കാണാം. 11ാമത്തെ മാർഗമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ത്വലബുൽ ഇൽം, ശറഈയായ ദീനിയായ വിജ്ഞാനങ്ങൾ അത് സമ്പാദിക്കുക, അത് കരസ്ഥമാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. മുസ്ലിമായ ആണാകട്ടെ പെണ്ണാകട്ടെ അവന്റെ മേൽ ദീനിയായ ഇൽമ് അത് പഠിക്കുക, അന്വേഷിക്കുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. എനിക്ക് അനുഷ്ഠിക്കൽ നിർബന്ധമായ ഇബാദത്തുകളെ കുറിച്ച്, അതിനെക്കുറിച്ച് പഠിച്ചിരിക്കൽ എന്നെ സംബന്ധിച്ച് നിർബന്ധമാണ്. നമസ്കാരം നിർബന്ധമായ ഒരാൾ അയാൾ നമസ്കാരത്തെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടതുണ്ട്. സക്കാത്ത് നിർബന്ധമായവൻ സക്കാത്തിനെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇനി കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടത്തിന്റെ ദീനിയായ ഹുക്മുകൾ അവൻ അറിഞ്ഞിരിക്കണം. ഒരു ഡോക്ടറാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അവൻ പഠിച്ചിരിക്കൽ നിർബന്ധമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. മതവിജ്ഞാനം എന്ന് പറയുന്നത്, ദീനിന്റെ വിജ്ഞാനം എന്ന് പറയുന്നത് അത് നിനക്കുള്ളൊരു വഴികാട്ടിയാണ്, ഇരുട്ടിൽ വഴി തപ്പുന്ന ആളുകൾക്കുള്ള പ്രകാശമാണ്. ദീനിന്റെ വിജ്ഞാനങ്ങൾ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ആരെങ്കിലും ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ
അതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു യാത്ര ചെയ്യുകയാണ്, അതല്ലെങ്കിൽ ഇൽമ കേൾക്കുകയാണ്, ആ ഇൽമ പഠിക്കുന്നതിന് വേണ്ടി ഒരു ക്ലാസ് കേൾക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുകയാണ്. ഇതൊക്കെ ഇൽമ സമ്പാദനത്തിന്, ഇൽമ സമ്പാദിക്കാനുള്ള മാർഗങ്ങളാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു അവന്റെ മുൻപിൽ എളുപ്പമാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവസാനത്തെ മാർഗമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, സാലിഹായ നല്ല കൂട്ടുകാരനെ നാം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറയുകയാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ആരുമായാണ് കൂട്ടുകൂടുന്നത്, ചങ്ങാത്തം കൂടുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ, അവൻ ആലോചിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് മാറണമെന്നുണ്ട്, നന്മയുടെ വഴിയിലേക്ക് വരണമെന്നുണ്ട്, ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കണമെന്നുണ്ട്. പക്ഷേ അവന്റെ കൂട്ടുകാർ അവനെ സമ്മതിക്കുന്നില്ല, ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നവനറിയാം. പക്ഷെ അവന്റെ കൂട്ടുകെട്ടുകൾ അവന്റെ ലഹരി കുരുക്കിൽ അവനെ പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള മോശമായ കൂട്ടുകെട്ടുകൾ നാം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. ആ കൂട്ടുകാരനിൽ നിനക്ക് യാതൊരു നന്മയുമില്ല. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ള നാടുകൾ, അതിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ഈ ദുനിയാവും ആഖിറവും അത് നിനക്ക് നഷ്ടമാണ് എന്ന കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പറയപ്പെട്ട 12 മാർഗങ്ങൾ നാം മുറുകെ പിടിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് നമുക്ക് വിജയമുണ്ട്, സ്വർഗ്ഗത്തിന്റെ വക്താക്കളായി നമുക്ക് മാറാൻ കഴിയുമെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളിൽ, മുഅ്മിനീങ്ങളിൽ, സാലിഹീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم أولا بتقوى الله സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചത്? എന്ത് ലക്ഷ്യമാണ് അതിന് പിന്നിലുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒന്നിനെയും വെറുതെ പടക്കുന്നവനല്ല. ഒരു ഹിക്മത്തുമില്ലാതെ അവൻ ഒന്നിനെയും പടച്ചിട്ടില്ല. എല്ലാത്തിനും അതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ പറ്റി, മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യത്തെ പറ്റി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നത് കാണാം. അല്ലാഹു പറയുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നിനെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്.
മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വെറുതെ അങ്ങ് ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് വിട്ടതല്ല. അവനൊരു കൽപ്പനയുമില്ല, ഒരു വിലക്കുമില്ല. തിന്നും രുചിച്ചും തിന്മകൾ ആസ്വദിച്ച് ജീവിക്കാനുള്ള ജീവിതമല്ല, മറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചത് തൗഹീദിന് വേണ്ടിയിട്ടാണ്. അവനെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരൊറ്റ ലക്ഷ്യത്തിന്റെ പിന്നിലാണ് നാം ഓരോരുത്തരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അതിനു വേണ്ടി തന്നെയാണ്, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമുദായത്തിലേക്കും റസൂലുമാരെ അയച്ചത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. തീർച്ചയായും നാം എല്ലാ സമുദായത്തിലേക്കും, എല്ലാ സമൂഹത്തിലേക്കും, എല്ലാ ജനങ്ങളിലേക്കും റസൂലുമാരെ, പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചത്? അൻ യഅ്ബുദുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, ആ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വജ്തനിബുത് ത്വാഗൂത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന് പുറമെ ആരാധിക്കപ്പെടുന്ന താഗൂത്തുകളെ വർജിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരെ അയച്ചത്. സഹോദരങ്ങളെ ചരിത്രം നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. ഓരോ റസൂലുമാരും അവരുടെ സമൂഹത്തെ ആദ്യമായി ഉണർത്തിയതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ് അവരെല്ലാവരും അവരുടെ സമൂഹത്തെ ആദ്യമായി പഠിപ്പിച്ചത്. ആ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാമയെ അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക് അയക്കുകയാണ്, അദ്ദേഹത്തിന്റെ ആളുകളിലേക്ക് അയക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, യാ ഖൗമി അബ്ദുല്ലാഹ്, എന്റെ സമൂഹമേ, എന്റെ ജനങ്ങളെ, ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് ആരാധനില്ല. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്ക് ആരാണുള്ളത്? അവനല്ലാതെ ആരാധിക്കാൻ നിങ്ങൾക്ക് ആരുമില്ല. അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ സമൂഹത്തെ ഉണർത്തി. അതുപോലെ തന്നെ ഹൂദ് അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിന്റെ സമുദായമായ ആദിലേക്ക് അയച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇതേ വാക്ക് തന്നെയാണ്. അല്ലാഹു പറയുകയാണ്, ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഖാല യാ ഖൗം, എന്റെ സമൂഹമേ, ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്ന മഹത്തായ വിജയത്തിന്റെ വാക്കാണ് ആ സമൂഹത്തെ എല്ലാം പഠിപ്പിച്ചത്. അതുപോലെ തന്നെ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അദ്ദേഹത്തെ അയച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഖദ് ജാഅത്കും ബയ്യിനതും മിൻ റബ്ബികും. അദ്ദേഹം എന്താണ് പറഞ്ഞത്? യാ ഖൗമി അബ്ദുല്ലാഹ്, എന്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, നിങ്ങളുടെ ഇബാദത്തുകൾ അല്ലാഹുവിനെ മാത്രമാക്കുക. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയില്ല. ഖദ് ജാഅത്കും ബയ്യിനതും മിൻ റബ്ബികും, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വ്യക്തമായ തെളിവിതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു എന്നാണ് അവരെല്ലാം ആ സമൂഹത്തെ പഠിപ്പിച്ചത്. റസൂലുമാരെല്ലാം ആ സമൂഹത്തെ പഠിപ്പിച്ചത് അതാണ് നമ്മുടെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുന്ന് പഠിപ്പിച്ചത്. മക്ക കാലഘട്ടത്തിൽ അവിടുന്ന് പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ആ ഒരു വലിയ കാര്യം തന്നെയാണ്
തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത്. അതല്ലാതെ ഓരോ നബിമാരും അവരുടെ സമൂഹത്തിലേക്ക് ആദ്യം വന്നുകൊണ്ട് നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ ഇന്ന തിന്മകൾ ചെയ്യരുതെന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താണ് ആ സമൂഹത്തോട് ആദ്യമായി പറഞ്ഞത്? അവരുടെ അഖീദയാണ് അവർ ശരിയാക്കിയത്. അവർ ആ സമൂഹത്തോട് പറഞ്ഞത് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അതാണ് അടിസ്ഥാനം. അല്ലാഹു ഇബാദത്ത് ചെയ്യാതെ എത്ര താടി വളർത്തിയിട്ടും വ്യഭിചരിക്കാതെ കള്ളു കുടിക്കാതിരുന്നിട്ടും ഒരു കാര്യവുമില്ല, അവന് നാളെ നരകത്തിൽ ശാശ്വതനാവേണ്ടി വരും. സഹോദരങ്ങളെ, അതുകൊണ്ട് അടിസ്ഥാനം അത് തൗഹീദാണ്, വിശ്വാസമാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തൗഹീദ് പ്രചരിപ്പിക്കാനായി പല രാജ്യങ്ങളിലേക്കും ദൂതന്മാരെ നിയോഗിക്കാറുണ്ട്. ആ ദൂതന്മാർക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ ഉപദേശങ്ങൾ നൽകാറുണ്ട്, പല ഉപദേശങ്ങൾ നൽകാറുണ്ട്. അതുപോലെ ഒരു ഉപദേശമാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുയെ യമനിലേക്ക് അയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ എന്താണ് പറഞ്ഞത്? അദ്ദേഹം യാ മുആദ്, താങ്കൾ പോകുന്നത് അഹ്ലു കിതാബുകാരായ ആളുകളുടെ അടുക്കലേക്കാണ്. ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ്. താങ്കൾ അഹ്ലു കിതാബുകാരുടെ അടുക്കലേക്കാണ് ആദ്യം പോകുന്നത്, അതുകൊണ്ട് താങ്കൾ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് എന്തിലേക്കാണ്? താങ്കൾ ആദ്യമായി അവരെ ദഅവത്ത് ചെയ്യേണ്ടത് എന്തിലേക്കാണ്? ഇലാ അൻ യുവഹിദുല്ലാഹ്. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല. അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, അവന്റെ മുമ്പിലേ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. ഒരു സൃഷ്ടിയുടെയും മുമ്പിൽ നിങ്ങളുടെ തല കുനിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ നിങ്ങളുടെ ആവലാതിയും വേവലാതിയും പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ നിങ്ങളുടെ വിഷമങ്ങൾ പറയരുത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ നബിയെ താങ്കൾ പറയുക, ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങൾക്ക് സമീപസ്ഥനാണ്, ഞാൻ നിങ്ങൾക്ക് അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. ആരാണ് പ്രാർത്ഥിക്കാനുള്ളത്? ആരാണ് പ്രാർത്ഥിക്കുന്നത്? അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു പറയുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആദ്യമായി കൽപ്പിച്ചതും ഈ ഒരു കാര്യം തന്നെയാണ്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുൽ ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു ഉപയോഗിച്ച പ്രയോഗം എന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. യാ അയ്യുഹൽ മുഅ്മിനൂൻ എന്നല്ല, അല്ലയോ വിശ്വാസികളെ എന്നല്ല അല്ലാഹു ഉപയോഗിച്ചത്. അല്ലാഹു പറഞ്ഞത് എന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അതിലെല്ലാവരും പെട്ടു, ആണും പെട്ടു, പെണ്ണും പെട്ടു, മുസ്ലിമും പെട്ടു, കാഫിറും പെട്ടു, യഹൂദിയും പെട്ടു, നസ്രാനിയും പെട്ടു, എല്ലാ മനുഷ്യരും പെട്ടു. ആ മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം അഭിസംബോധനം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഉഅ്ബുദൂ റബ്ബകുമുൽ ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും സലഫു സാലിഹീങ്ങളും നല്ലവരായ മുൻഗാമികളെല്ലാം അവരുടെ സമൂഹത്തെ ആദ്യമായി പഠിപ്പിച്ചത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരെല്ലാം പഠിപ്പിച്ചത്. പക്ഷേ ഇന്ന് ഖേദകരം എന്ന് പറയട്ടെ, ഈ സമൂഹത്തിൽ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അഹ്ലു സുന്നത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ഇതിന് നേരെ വിപരീതമല്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചു തേടണമെന്ന് പറയേണ്ടടുത്ത് നിങ്ങൾ ഖബറിലേക്ക് പോകൂ, മഖ്ബറയിലേക്ക് പോകൂ, നിങ്ങൾ ഇന്ന വലിയുടെ അടുത്തേക്ക് പോകൂ, നിങ്ങൾ ഇന്ന മരത്തിന്റെ അടുക്കലേക്ക് പോകൂ എന്ന് പറയുന്ന പണ്ഡിത വേഷധാരികൾ. സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ എന്ത് കൈകടത്തലാണ് അവർ കടത്തിയത്? ആദ്യം അവർ എങ്ങനെയാണ് ഈ സമൂഹത്തിലേക്ക് ശിർക്ക് കൊണ്ടുവന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ അവരെ വിളിച്ചു തേടുന്നില്ല, ഞങ്ങൾ ഔലിയാക്കളെ വിളിച്ചു തേടുന്നില്ല,
മഖ്ബറയിലേക്ക് പോയി അവരോടല്ല തേടുന്നത്, അവരെ ഒരു വസീല, ഞങ്ങളെ അവർ അടുപ്പിക്കുമെന്നൊരു വിശ്വാസം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ ആളുകൾ ഒടുവിൽ പറഞ്ഞതെന്താണ്? ഞങ്ങൾക്ക് പ്രയാസമുണ്ടായപ്പോൾ, ഞങ്ങൾക്ക് വിഷമമുണ്ടായപ്പോൾ, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ, ദുരിതങ്ങൾ നേരിട്ടപ്പോൾ ഞങ്ങൾ നേരിട്ട് അവരോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. എത്ര ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ! ഈ ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് കാണുന്ന സമൂഹത്തെ ഈ പണ്ഡിത വേഷധാരികൾ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതിന് നാം വിട്ടുകൊടുക്കാൻ പാടില്ല. ശത്രുക്കൾ കിടഞ്ഞു പരിശ്രമിക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ, യഥാർത്ഥ തൗഹീദിൽ നിന്ന് തെറ്റിക്കാൻ ശത്രുക്കൾ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ മുഅ്മിനായ തൗഹീദുള്ള അഖീദ പഠിച്ച് മനസ്സിലാക്കിയ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വിശ്രമിക്കുകയാണോ? തൗഹീദ് പഠിച്ചിട്ട് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലേ? സഹോദരങ്ങളെ, ചിന്തിക്കുക, ദഅവത്ത് ചെയ്യുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്യുക, പഠിക്കുക, അത് മനസ്സിലാക്കി ജനങ്ങളെ പഠിച്ചതെന്താണോ അതിലേക്ക് ക്ഷണിക്കുക, സഹീഹായ അഖീദയിലേക്ക് ക്ഷണിക്കുക, യഥാർത്ഥ അഖീദയിലേക്ക് ക്ഷണിക്കുക. സഹോദരങ്ങളെ, അങ്ങനെ അവർ പറഞ്ഞ് എവിടെ എത്തി? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അങ്ങേറ്റം മോശമായ ചിന്തകൾ ഒരു സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന സംസാരം വരെ അവർ നടത്തി. അത് ഈ ഒരു സന്ദർഭത്തിന് യോജിച്ച സംസാരം പോലുമല്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. അത്രയും വൃത്തികെട്ട വാക്കുകൾ തൗഹീദിന്റെ ആളുകൾക്കെതിരെ അവർ പറഞ്ഞിട്ട്, സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, തൗഹീദ് പ്രചരിപ്പിക്കുന്നില്ല, അതിനുവേണ്ടി നാം ഒന്നും ചെയ്യുന്നില്ല. സമ്പത്തുള്ളവർ ആ സമ്പത്ത് കൊടുത്തുകൊണ്ട് തൗഹീദിന് വേണ്ടി തൗഹീദിന്റെ പ്രബോധനം ശക്തമാക്കുക. സമ്പത്തില്ലാത്തവർ തന്നാൽ കഴിയുന്ന രൂപത്തിൽ ഈ തൗഹീദിന് വേണ്ടി, ഈ ശരിയായ മാർഗത്തിന് വേണ്ടി അവൻ എന്താണോ കഴിയുന്നത് അത് ചെയ്യുക. സഹോദരങ്ങളെ, ചിന്തിക്കുക. ശിർക്കിന്റെ ഗൗരവം അത് വലുതാണ്. ഈ ആളുകൾ സമൂഹത്തെ എത്തിക്കുന്ന ഗൗരവം അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ലഇൻ അസ്റക്ത, നബിയെ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ, താങ്കളെങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ലയഹ്ബതന്ന അമലുക, താങ്കൾ ഈ കാലം മൊത്തം, താങ്കളുടെ ആയുസ് മൊത്തം പ്രവർത്തിച്ചതെല്ലാം നിഷ്ഫലമായി പോകും. എല്ലാം നിഷ്ഫലം, ഒന്നുമില്ല. നാളെ പരലോകത്ത് ലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടും. ഒരു പക്ഷേ ദുനിയാവിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു ഒരു പക്ഷത്ത്, അതുപോലെ തന്നെ മറുഭാഗത്ത് അള്ളാഹുവിനെ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ചില ആളുകൾ നമുക്ക് കാണാം. ധാരാളമായി നിസ്കരിക്കും, ധാരാളമായി നോമ്പെടുക്കും, തന്റെ സമ്പത്തുകൾ ജനങ്ങൾക്ക് ഒരു അളവ് നോക്കാതെ കൊടുക്കും. എന്ത് കാര്യമാണ് സഹോദരങ്ങളെ ഉള്ളത്? ഒരു പുൽനാമ്പിന്റെ വില പോലും നാളെ റബ്ബിന്റെ അടുത്ത് ആ ചെലവഴിച്ച ഒന്നിനും ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, കഷ്ടപ്പെട്ട് രാത്രിയിൽ നിസ്കരിച്ച നിസ്കാരം നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഇതൊന്നും നിന്റെ പ്രവർത്തനമായി സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ കാലം മൊത്തം പ്രവർത്തിച്ചത്? അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥ തൗഹീദ് അത് പഠിക്കുക, അത് പഠിച്ച് മനസ്സിലാക്കുക. ലുഖ്മാൻ അലൈഹിസ്സലാം, ലുഖ്മാൻ തന്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് ശിർക്കിനെ സംബന്ധിച്ച്. എന്താണ് തന്റെ മകന് കൊടുത്ത ഉപദേശം? വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ തന്റെ മകന് കൊടുക്കുന്ന ഉപദേശമാണ്. എന്റെ കുഞ്ഞുമകനെ, എന്റെ പൊന്നുമകനെ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് അത് വലിയ അക്രമമാണ്. നാം എപ്പോഴെങ്കിലും തൗഹീദിന്റെ ആളുകളാണെന്ന് പറയുന്ന നാം എപ്പോഴെങ്കിലും തന്റെ മക്കളെ വിളിച്ചിരുത്തി, തന്റെ മകളെ വിളിച്ചിരുത്തി ഇങ്ങനെ ഒരു ഉപദേശം നാം നൽകിയിട്ടുണ്ടോ? ചിന്തിക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് തൗഹീദ് പഠിക്കുക, തൗഹീദ് പഠിപ്പിക്കുക, അത് ജനങ്ങളിലേക്ക് പ്രബോധനം ചെയ്യുക. എത്രയോ സാധാരണക്കാർ ഈ മുസ്ലിയാക്കന്മാർ തെറ്റിദ്ധരിപ്പിച്ച് അവരെ അവരുടെ വശത്താക്കിയിരിക്കുകയാണ്.
അവരോട് നിങ്ങൾ നല്ല രൂപത്തിൽ, മാന്യമായ രൂപത്തിൽ, ലയ്യനായ രൂപത്തിൽ അവരോട് നിങ്ങൾ സംസാരിച്ചാൽ, തൗഹീദ് വിശകലനം ചെയ്തു കൊടുത്താൽ, ഒരു പക്ഷേ അവരും തൗഹീദിന്റെ വക്താക്കളായി മാറും. സഹോദരങ്ങളെ, ശിർക്ക് അത് നിസാരമായ കാര്യമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നിസാരമല്ല. നമ്മളുടെ മനസ്സിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ശിർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ ശിർക്ക്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അതിനോടൊരു ചെറുതായി കാണൽ ഉണ്ടാകും. പക്ഷേ അതുണ്ടാകാൻ പാടില്ല. ശിർക്കായി തന്നെ കാണണം. ഒരു ലോലമായ രൂപത്തിൽ അതിനൊന്ന് എതിർക്കാൻ വയ്യ. ശിർക്കിനെ എതിർക്കാൻ വയ്യ. പക്ഷേ താടി വെക്കാൻ പറയും. ജനങ്ങളോട് താടി വെക്കണം, 5 നേരം നിസ്കരിക്കണമെന്ന് പറയും. തൗഹീദില്ലാതെ താടി വെച്ചിട്ടും നിസ്കരിച്ചിട്ടും എന്തുപകാരമാണുള്ളത് സഹോദരങ്ങളെ? അല്ലാഹു പറഞ്ഞത് ഓർക്കുക, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർത്താൽ ആ പങ്കു ചേർക്കൽ ശിർക്ക് അത് പൊറുക്കുകയില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താണ്? വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതിന് താഴെയുള്ള തിന്മകൾ ഒരു പക്ഷേ അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ പുറത്തു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവർക്ക് അതിന് താഴെയുള്ള തിന്മകൾ പുറത്തു കൊടുക്കും. പക്ഷേ ശിർക്ക് പുറത്തു കൊടുക്കുകയില്ല. നീ തൗബ ചെയ്താലല്ലാതെ, നീ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാലല്ലാതെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമായ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ വിശദീകരിച്ചു വരികയാണ്. അതിലൊന്നാമതായി അല്ലാഹു പറയുന്നത് എന്താണ്? ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ. നബിയെ പറയുക, നിങ്ങൾ വരൂ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അല്ലാ തുശ്രികൂ ബിഹി ശൈആ. നിങ്ങൾ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ഹറാമുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഒന്നാമതായി പറഞ്ഞത് അതാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക, ശിർക്കിന്റെ ഗൗരവം അത് വലുതാണ്. ഒരു പക്ഷേ ഒരു മനുഷ്യനെ നരകത്തിൽ ശാശ്വതമാക്കി കളയും അവൻ തൗബ ചെയ്യാതെ മരിച്ചാൽ. ചിന്തിക്കുക സഹോദരങ്ങളെ, തൗഹീദ് അത് ദഅവത്ത് ചെയ്യുക, അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ വക്താക്കളായി മരിക്കാനും അത് ദഅവത്ത് ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. توحيد അതിന്റെ പ്രാധാന്യത്തെ പറ്റിയും ശിർക്കിന്റെ ഗൗരവത്തെ പറ്റിയുമാണ് നാം സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹി അൽജന്ന. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമ അല്ലാഹു അലൈഹി അൽജന്ന, അവന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ നിഷിദ്ധമാക്കുന്നതാണ്. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നാം ജീവിക്കുന്നത് വളരെ കുറച്ചാണ്. 60 70 വയസ്സ്, അതും ഉറപ്പില്ല. എപ്പോഴായാലും നാം ഈ ദുനിയാവിൽ നിന്ന് പറഞ്ഞു പോകേണ്ടവരാണ്. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ തൗഹീദ് അനുസരിച്ച് ജീവിച്ചാൽ ഈ ദുനിയാവിനേക്കാളും ഖൈറായ, ഈ ദുനിയാവിലെ ആസ്വാദനങ്ങളെക്കാളും ഖൈറായ ആസ്വാദനങ്ങളുള്ള, അനുഗ്രഹങ്ങളുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖം ദർശിക്കുന്ന ആ സ്വർഗം അത് നമുക്ക് ലഭിക്കും. എങ്ങനെയാണെങ്കിൽ തൗഹീദുള്ളവരാണെങ്കിൽ. തൗഹീദിലായിട്ടാണ് അവൻ ജീവിച്ചത്, തൗഹീദിലായിട്ടാണ് അവൻ മരിച്ചത്. അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു.
സഹോദരങ്ങളെ, അങ്ങനെ ആയാൽ, അങ്ങനെ ജീവിച്ചാൽ, ഒരു കാതും കേൾക്കാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു ഹൃദയത്തിൽ ചിന്തിക്കാൻ കഴിയാത്തതിനപ്പുറമുള്ള ഒരു ലോകമായ സ്വർഗം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഒരിക്കലും നിസാരമായി കാണരുത്. ശിർക്ക് അത് ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ ശിർക്കിനാൽ നശിപ്പിച്ചിട്ടുണ്ട്. ശിർക്കിനാൽ സമൂഹങ്ങളെ, ജനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നടങ്കം നശിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. ഖുൽ സീറൂ ഫിൽ അർദി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ൽ കാന അക്സറുഹും മുശ്രികീൻ. നബിയെ പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. അവരിൽ അധിക പേരും ബഹുദൈവാരാധകരായിരുന്നു, അല്ലാഹുവിനെ ആരാധിച്ചവരായിരുന്നില്ല. സഹോദരങ്ങളെ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കെല്ലാം അറിയുന്നതാണ്. അദ്ദേഹത്തെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ ക്രൂശിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞതെന്താണ്? അഹദ്, അല്ലാഹു മാത്രമേ എനിക്ക് ആരാധനക്കർഹനായ അല്ലാഹു മാത്രമേ ഉള്ളൂ, അല്ലാഹുവാണ് എന്റെ ആരാധ്യൻ എന്ന് മുശ്രിക്കീങ്ങൾ കഴിയുന്ന എത്രയും അദ്ദേഹത്തെ ഉപദ്രവിച്ചു, കല്ലെറിഞ്ഞു, മണലാരത്തിലൂടെ വലിച്ച് ഇഴച്ചു. പക്ഷേ അദ്ദേഹം ഒരടി പോലും മാറിയില്ല. ഒന്ന് നാവിലൂടെ മാത്രം പറഞ്ഞില്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞത് അല്ലാഹു മാത്രമാണ് എന്റെ ഇലാഹ്, അല്ലാഹു മാത്രമാണ്, അവന് മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സഹോദരങ്ങളെ, തൗഹീദ് പറയുമ്പോൾ വീട്ടുകാരും അയൽക്കാരും നാട്ടുകാരും ഒരു പക്ഷേ പുറത്താക്കിയേക്കാം, നാട്ടുകാരെല്ലാം നമ്മളെ ഉപദ്രവിച്ചേക്കാം, നമ്മളെ കളിയാക്കിയേക്കാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവം നിങ്ങൾ കേൾക്കുക. മൂസാ നബി അലൈഹിസ്സലാം ആ സാഹിറന്മാരുമായുള്ള കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുമ്പോൾ അവർ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിനാൽ അവർ മൂസാ നബി അലൈഹിസ്സലാം വിശ്വസിക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ. ആ സാഹിറന്മാർ പറഞ്ഞു, ലോകരക്ഷിതാവായ അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബി മൂസ വ ഹാറൂൻ അലൈഹിസ്സലാമിന്റെയും മൂസ അലൈഹിസ്സലാമിന്റെ റബ്ബിൽ. അപ്പോൾ ഫിർഔൻ പറയുന്നുണ്ട്, ഖാല ഫിർഔൻ ആമൻതും ബിഹി ഖബ്ല അൻ ആദന ലക്കും ഇന്ന ഹാദാ ലമക്റും മകർതുമൂഹു ഫിൽ മദീനതി ലിതുഖ്രിജൂ മിൻഹാ അഹ്ലഹാ ഫസൗഫ തഅലമൂൻ. ഫിർഔൻ എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയോ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുകയോ എന്നവരോട് ചോദിച്ചപ്പോൾ എന്നിട്ട് ഫിർഔൻ പറയുകയാണ്, ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ ثم ലഉസല്ലിബന്നകും അജ്മഈൻ. നിങ്ങളുടെ കൈകളും നിങ്ങളുടെ കാലുകളും എതിർവശങ്ങളിൽ നിന്നായി ഞാൻ മുറിച്ചു കളയും എന്ന് ഫിർഔൻ പറയുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ഫിർഔൻ പറയുകയാണ്, നിന്റെ കൈയും കാലും എതിർവശങ്ങളിൽ നിന്നായി ഞാൻ മുറിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നൊരു മറുപടി, അതാണ് നമ്മോട് കളിയാക്കുന്നവരെയും തൗഹീദ് പറയുന്നതിന്റെ പേരിൽ നമ്മെ ഉപദ്രവിക്കുന്നവരോട് നമുക്ക് പറയാനുള്ള വാക്ക്, ഖാലൂ ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ. അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവിങ്കലേക്കാണ്, തീർച്ചയായും ഞങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്കാണല്ലോ ഞങ്ങൾ മടങ്ങി ചെല്ലുന്നത്, ഞങ്ങൾ തിരിച്ചെത്തുന്നത് ഞങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്കാണല്ലോ എന്നാണ് അവർ പറഞ്ഞത്. നോക്കുക സഹോദരങ്ങളെ, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ സമയത്താണ് അവർ പറയുന്നത്, എന്റെ റബ്ബിന്റെ അടുക്കലേക്കല്ലേ ഞാൻ മടങ്ങി ചെല്ലുന്നത്.
സഹോദരങ്ങളെ, ഇതാണ് നമ്മളെ ഉപദ്രവിക്കുന്നവരോടും നമ്മളെ ആക്ഷേപിക്കുന്നവരോടും തൗഹീദ് പറയുമ്പോൾ നിനക്ക് വായ തുറന്നാൽ തൗഹീദ് അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന, അങ്ങനെ നമ്മളെ കളിയാക്കുന്നവരോട് പറയാനുള്ളത് ഈ ഒരൊറ്റ കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് തൗഹീദ് ഒരിക്കലും അന്യമായി പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹു പറയാണ് ശിർക്കിന്റെ ഗൗരവത്തെ പറ്റി, വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഖ്തഫുഹു الطير ഔ തഹ്വി ബിഹി الريح ഫീ മകാൻ സഹീഖ്. അല്ലാഹുവിനോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം അവൻ ആകാശത്ത് നിന്ന് വീണതുപോലെയാണ്. അല്ലെങ്കിൽ അങ്ങനെ അവനെ പക്ഷികൾ ആകാശത്ത് നിന്ന് വീണതുപോലെയാകുന്നു. അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടു പോകുന്നു. അല്ലെങ്കിൽ കാറ്റവനെ വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു. ഇതാണ് ശിർക്ക് ചെയ്യുന്നവന്റെ അവസ്ഥ. സഹോദരങ്ങളെ, ചിന്തിക്കുക, പഠിക്കുക, തൗഹീദ് അത് പ്രചരിപ്പിക്കുക. എത്ര പേർ എത്രയായാലും, എത്ര നമ്മളെ ആക്ഷേപിച്ചാലും, എത്ര നമ്മളെ ഉപദ്രവിച്ചാലും, ഇത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കാനുള്ളതാണ് ഈ ലോകം. നാളെ റബ്ബിന്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ വലുത് അള്ളാഹു നമുക്ക് തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് അത് പഠിക്കുക, അത് പറഞ്ഞ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات.